ഗുഡ് ഈവനിങ്. മാറ്റിനി ട്രിബ്യൂണലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ വ്യാഴാഴ്ചകളിൽ നമ്മൾ ഹോളിസ്റ്റിക് ഹെൽത്ത് എന്നൊരു വിഷയമാണ് എടുക്കുന്നത്. ഈ ഹോളിസ്റ്റിക് ഹെൽത്തില് നമ്മുടെ കുടുംബ സാഹചര്യങ്ങളിലൂടെ എങ്ങനെ ഒരു ഹോളിസ്റ്റിക് ഹെൽത്തിന്റെ മാനങ്ങൾ കാണാമെന്ന് കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് ചക്രവാണി സാർ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതിന്റെ തുടർച്ചയെന്നോണം ഇന്ന് നമ്മൾ 3ാമത്തെ ക്ലാസ്സിലേക്ക് കടന്നുപോവുകയാണ്. എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് കുടുംബ ജീവിതത്തിലൂടെ ഈ ഹോളിസ്റ്റിക് ഹെൽത്തിന്റെ പടികൾ കടന്ന് മുന്നോട്ട് പോകും, മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി മാറാം. നമുക്ക് തന്നെ നമ്മളുടെ ജീവിതത്തിൽ അത് അനുഭവേദ്യമാകുമ്പോൾ മറ്റുള്ളവർക്ക് അത് കണ്ടുപിടിക്കാം. ഇങ്ങനെ അനേകം സവിശേഷതകൾ ഹോളിസ്റ്റിക് ഹെൽത്തിന്റെ പാർട്ടായിട്ട് ചക്രവാണി സാറിൽ നമുക്ക് കേൾക്കാം. സോ നിങ്ങളെല്ലാവരും ഈ പ്രോഗ്രാമിലേക്ക് സാദരം ക്ഷണിക്കുന്നു. അതോടൊപ്പം പ്രിയപ്പെട്ട ചക്രവാണി സാറിനെ ക്ഷണിക്കുകയാണ്. ചക്രവാണി സാർ, യു ആർ വെൽക്കം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ ചൂട് കൂടിയൊരു അന്തരീക്ഷമാണ്. അപ്പോൾ അവിടെ നമ്മൾ കഴിഞ്ഞ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ എല്ലാവരും ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളൊരു ആഹ്വാനം വാട്സപ്പിലും അതുപോലെ മറ്റ് മാധ്യമങ്ങളിലുമൊക്കെ പ്രചരിക്കുന്നുണ്ട്. ഈ ഒത്തിരി വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളത് ശരിയായൊരു മെത്തേഡല്ല. നമുക്ക് ആവശ്യത്തിന് ജലം കുടിക്കുക എന്നുള്ളതാണ് പ്രധാനം. വെള്ളം കുടിക്കുമ്പോൾ ഒരുമിച്ച് കുടിക്കാതെ സിപ്പായിട്ട് കഴിച്ചാൽ മാത്രമേ ശരീരകോശങ്ങളിലേക്കുള്ള വെള്ളം എത്തുകയുള്ളൂ. നമ്മുടെ ശരീരത്തിൻ്റെ 70-80% ജലമാണല്ലോ. ഞാൻ ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ആദ്യത്തെ സെഷനിൽ നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. വെള്ളം നിന്ന് കുടിക്കുകയോ ധൃതിക്ക് കുടിക്കുകയോ ചെയ്താൽ ശരീരത്തിന് പ്രയോജനപ്പെടില്ല. അത് കിഡ്നിക്ക് കൂടുതൽ വർക്ക് ഉണ്ടാക്കിച്ചുള്ളൂ. അവിടെ ഒരു ഫിൽറ്ററിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ജലം ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഇരുന്ന് സാവകാശം അല്പം ആസ്വദിച്ച് കവിളിലൊന്ന് കൊണ്ടിട്ട് ചെയ്യുക. അപ്പോൾ മാത്രമേ നമ്മുടെ ശിരസിലേക്കുള്ള വെള്ളമൊക്കെ എത്തുകയുള്ളൂ. ഞാൻ ഓർമ്മിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഒരുപാട് വെള്ളം കുടിക്കുന്നത് വേനൽക്കാലത്ത് നല്ലതാണെന്ന് പറയുന്നത് ഒരു ശാസ്ത്രീയത ഇല്ല. സാവകാശം സിപ്പായിട്ട് ഇറക്കി കുടിക്കാം. അപ്പോൾ നമ്മൾ 2-3 ക്ലാസ്സുകളായിട്ട് സെക്ഷനുകളായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൈകാര്യം ചെയ്യണം. ഇത്രയും മണിക്കൂർ വരാനുള്ള കാരണം അതിൻ്റെ പ്രാധാന്യം തന്നെയാണ്. ഒരേ വിഷയത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നും അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ്. എന്തായിരിക്കും അതിൻ്റെ പ്രാധാന്യമെന്ന് എല്ലാവർക്കും ഒരു പക്ഷേ മനസ്സിലായി കാണുമായിരിക്കും. നമ്മുടെ ഈ ആശയങ്ങൾ എനിക്കറിയാം, നമ്മുടെ ഈ സ്ക്രീനിൽ ഇപ്പോൾ ഉള്ളവർക്ക് ഇതിൻ്റെ ആശയങ്ങളും അതിൻ്റെ തന്നിരിക്കുന്ന നിർദ്ദേശങ്ങളും പോയിൻസും എല്ലാം നന്നായിട്ട് അറിയാവുന്നവരോ കേട്ടിട്ടുള്ളവരോ അറിയാവുന്നവരോ ഒക്കെ ആയിരിക്കാം. പക്ഷേ എങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മുടെ തിരക്ക് മൂലമോ അല്ലെങ്കിൽ ടെൻഷൻ മൂലമോ ഒക്കെ ഇതൊക്കെ യഥാസമയത്ത് പ്രയോഗിക്കാൻ നമുക്ക് സാധിക്കാതെ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരക്കാർക്ക് ഒരു ഓർമ്മപ്പെടുത്തലും വീണ്ടും നമ്മുടെ ജീവിതത്തിൽ കുറച്ച് കറക്ഷൻസൊക്കെ വരുത്താനും സഹായിക്കത്തക്ക രീതിയിലാണ് നമ്മുടെ ഈ ആശയങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഇതിൻ്റെ പ്രാധാന്യം നമ്മൾ ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ. ഒരു രാജ്യത്തിൻ്റെ പുരോഗതി, അതിൻ്റെ വളർച്ച, അതുപോലെ അതിൻ്റെ തളർച്ച, ഇതെല്ലാം ആ രാജ്യത്തിൻ്റെ യുവാക്കളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ വ്യക്തികളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഈ വ്യക്തികളുടെ ശ്രേഷ്ഠതയും കഴിവും ആണ് ഈ രാജ്യത്തിൻ്റെ ഇൻപുട്ടായിട്ട് വരുന്നത്. അപ്പോൾ അതിനെതിരായ പ്രാധാന്യമുണ്ട് താനും. ഈ വ്യക്തികൾ എവിടെ നിന്നാണ് വരുന്നത്? അതെല്ലാം കുടുംബത്തിൻ്റെ പ്രോഡക്റ്റാണ്, അല്ലേ? അപ്പോൾ കുടുംബത്തിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ കുടുംബത്തിൽ നിന്ന് ആർജിക്കുന്ന സംസ്കാരവും ശീലങ്ങളും എല്ലാം ആ വ്യക്തിയിലും ഉണ്ടാവും. ഇത് തന്നെയായിരിക്കും സമൂഹത്തിലേക്ക് വരുന്നത്, അത് തന്നെയായിരിക്കും രാജ്യത്തിലും വരുന്നത്. അപ്പം അങ്ങനെയാണ് ഈ രാജ്യത്തിന് മേൽഗതി അല്ലെങ്കിൽ പുരോഗതിയൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഒരു കുടുംബ ബന്ധങ്ങളുടെ ഒരു ആഴം എന്ന് പറയുമ്പോൾ അതിൽ സമന്വയിച്ചിരിക്കുന്ന വ്യക്തികൾ തമ്മിലുള്ള റിലേഷൻ്റെ ഒരു ആഴം കൂടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. ഓരോ കുടുംബത്തിലും വ്യക്തികളെല്ലാം ഉണ്ടാകുന്ന ഓരോ തലമുറയും ഉത്കൃഷ്ടരായിരിക്കണമെന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. പക്ഷെ എല്ലായ്പ്പോഴും ഉത്കൃഷ്ടരാകുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല, പ്രായോഗികമല്ല എന്ന് നമുക്ക് അറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ചില ജന്മങ്ങളെല്ലാം ഉത്കൃഷ്ടമായിരിക്കും, ചിലതൊക്കെ നികൃഷ്ടവുമായിരിക്കും. ഇതിനിടയിൽ ചില ആൾക്കാരുണ്ട്, ഉത്കൃഷ്ടമായ ഒരു ജീവിതം നയിക്കുന്നുമില്ല, എന്നാൽ മോശമായ രീതിയിലോ നികൃഷ്ടമായതും അല്ലതാണ്. ഇതിനിടയിലുള്ള ചില ആളുകളുണ്ട്. അത്തരക്കാർക്ക് ചില പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ട് വരും. അത്തരക്കാരുടെ എണ്ണമാണ് ശതമാനത്തിൽ കൂടുതൽ. അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളും അതിജീവനത്തിൻ്റെതായ ചില ദുസ്സഹമായ അവസ്ഥയും ഒക്കെ സംജാതമായേക്കാം. അത്തരക്കാർക്ക് കൂടിയാണ് നമ്മൾ ഈ ആശയങ്ങൾ പങ്കുവയ്ക്കുന്നത്. കാരണം എല്ലാം നന്നായിട്ട് അറിയാവുന്നവരാണെങ്കിൽ ഈ ക്ലാസ്സിൻ്റെ തന്നെ ആവശ്യമില്ല. ലോകത്തിലുള്ള എല്ലാവരും നന്നാകുകയാണെങ്കിൽ പോലീസ് സ്റ്റേഷനോ കോടതിയോ അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളൊന്നുമില്ല. അതെങ്ങനെയായിരിക്കും? അത് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമാണ്. എത്രയോ മഹാന്മാരെ ഈ ഭൂമിയിൽ വന്നു, നമ്മുടെ രാജ്യത്ത് വന്നു, എത്രയോ ആശയങ്ങൾ തന്നു. എന്നിരിക്കലും എന്തുകൊണ്ടാണ് ഇതിങ്ങനെ തുടരുന്നത്?
അത് പ്രകൃതിയുടെ ഒരു നിയമം തന്നെയാണ്. എല്ലായ്പ്പോഴും എല്ലാവർക്കും നന്നായിരിക്കാൻ സാധ്യമല്ല എന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് തന്നെ. പക്ഷേ എങ്കിലും നമുക്ക് ഒരു ശ്രേഷ്ഠമായ കുടുംബജീവിതം നയിക്കാനുണ്ട്. സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞ ഒരു ശ്രേഷ്ഠമായ കുടുംബജീവിതം, ഒരു വെൽനസ് ഫാമിലിയിലേക്ക് എത്തിപ്പെടാനായിട്ട് നാം എപ്പോഴും ശ്രമിക്കേണ്ടതാണ്. കാരണം മറ്റൊന്നുമല്ല, അല്ലെങ്കിൽ എന്ന് വെച്ചാൽ നെഗറ്റീവായിട്ടുള്ള ഫാമിലികളുടെ എണ്ണം കൂടി വരും. അതിനൊരു ബാലൻസ് കീപ്പ് ചെയ്യേണ്ടതായ ആവശ്യമുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഇതിലുള്ള ശ്രമം തുടരുക തന്നെ ചെയ്യണം. അത് തുടരാതിരിക്കുമ്പോഴത്തേക്ക് സംഭവിക്കുന്ന നെഗറ്റീവായ എഫക്റ്റിനെ കുറിച്ചൊരു ബോധം നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പിന്നെ യഥാർത്ഥത്തിൽ നമുക്ക് ഈ ഇവിടെ പകരുന്ന ഈ ആശയങ്ങളിൽ നമ്മുടെ ഇവിടെ ഇപ്പോൾ ഈ സ്ക്രീനിലുള്ളവർക്കെല്ലാം ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാം, ജീവിതത്തിൽ കുറേ കാര്യങ്ങളൊക്കെ പകർത്തുന്നതായിരിക്കാം. പക്ഷേ ഈ സ്ക്രീനിൽ ഇല്ലാത്തവർക്ക് ഇതിനെക്കുറിച്ച് ഒരുപക്ഷെ അറിയുമോ എന്ന് നമുക്ക് അറിയില്ല. എന്നാൽ ഇത് റെക്കോർഡിങ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് പ്രയോജനപ്പെടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിഷയത്തിൻ്റെ സബ്ജക്റ്റിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതുപോലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ റിലേഷൻഷിപ്പിൻ്റെ ഒരു പിരമിഡും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കുക. ഏകദേശം നമ്മളൊരു 1017, 1087, 1094 ഇതാണ് എൻ്റെ എപ്പിസോഡുകൾ. അതും കൂടി ഇത് ആദ്യമായിട്ട് കേൾക്കുന്നവർ കണ്ടിരുന്നാൽ കുറേ കൂടെ എളുപ്പത്തിൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നമ്മുടെ വിഷയത്തിൽ ഇന്ന് ചർച്ച ചെയ്യുന്ന പ്രധാന കാര്യങ്ങൾ, നമ്മുടെ കുടുംബജീവിതത്തിൽ വെൽനസ് ഫാമിലിയുണ്ട്, ഇൽനസ് ഫാമിലിയുണ്ട്, അഡ്ജസ്റ്റ്മെൻറ്റ് ഫാമിലിയുണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റ് ഫാമിലിയും ഇൽനസ് ഫാമിലിയും ഉദ്ദേശിച്ചാണ് നമ്മുടെ ആശയങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഒരു ഫാമിലിയിൽ ഇപ്പോഴത്തെ സാഹചര്യം വളരെ മോശമാണ്. എൻ്റെ കുടുംബജീവിതം നന്നല്ല, കുറച്ചുകൂടെയൊക്കെ മെച്ചപ്പെടുത്തണം. അതിനെ എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെ ആലോചിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾക്ക് അവർ സ്വയം ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ തുടക്കത്തിൽ സംസാരിക്കുന്നത്. എന്തൊക്കെയായിരിക്കാം ആ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്? എൻ്റെ കുടുംബത്തിൽ ഇപ്പോൾ എന്തൊക്കെയാണ് പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ പിന്നീട് ചർച്ചയിൽ വരുന്നുണ്ട്. എന്തൊക്കെ തടസ്സങ്ങൾ, എന്തെല്ലാം അതിജീവിക്കാനുണ്ട്, എന്തെല്ലാം വെല്ലുവിളികളാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കപ്പെടുന്നത്? അപ്പോൾ ഇതിനൊക്കെ എന്താണ് പ്രതിവിധി? ആദ്യമേ ഈ പ്രശ്നത്തെ ഒന്ന് ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ റെക്കഗ്നൈസ് ചെയ്യുക എന്ന് പറയുന്നത്. റെക്കഗ്നൈസ് ആൻഡ് അക്സെപ്റ്റ്, ആദ്യത്തെ ഒരു പോർഷൻ സ്റ്റെപ്പ് അതാണ്. നമ്മൾ പ്രശ്നങ്ങളെ അംഗീകരിക്കുക. പ്രശ്നങ്ങളെ മൂടി വെച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു നടക്കുന്നതിനേക്കാളും യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അത് ഏതൊക്കെ തരത്തിലാണെന്നും എങ്ങനെയൊക്കെയാണ് സമീപിക്കേണ്ടതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാക്കി വയ്ക്കുക. അതായിരിക്കും ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഇപ്പോഴത്തെ ഈ ജീവിതത്തിൽ നമ്മുടെ സ്വന്തം ചിന്ത, വാക്ക്, പ്രവൃത്തി ഇതൊക്കെ എത്രമാത്രം ഇത് വഷളാകുവാൻ അല്ലെങ്കിൽ നന്നാകുവാനായിട്ട് സഹായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. എൻ്റെ കോപം, അല്ലെങ്കിൽ നിത്യവും ഞാൻ മദ്യപിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരുന്നു, വഴക്കിടുന്നു, അതുപോലെ മറ്റു തരത്തിലുള്ള വേണ്ടാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു, ഇങ്ങനെയൊക്കെ കുടുംബത്തിലുണ്ടെങ്കിൽ ഇവയെല്ലാം എൻ്റെ ഇപ്പോഴത്തെ കുടുംബ അവസ്ഥയ്ക്ക് നിദാനമായിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ കുടുംബത്തിൽ നമ്മളോടൊപ്പം നമ്മുടെ അച്ഛനോ അമ്മയോ ഉണ്ടാകാം, അല്ലെങ്കിൽ ജീവിത പങ്കാളി ഉണ്ടാകാം, കുട്ടികളുണ്ടാകാം. ഇവരൊക്കെ എൻ്റെ ഈ ഇതുപോലത്തെ നിഷേധാത്മകമായ വികാരങ്ങൾക്ക് അടിമകളായിട്ടുണ്ട്. അവർക്ക് എത്രമാത്രം വേദനിച്ചിട്ടുണ്ട് എന്നൊരു സ്വയം ചിന്ത അതിനാവശ്യമാണ്. അതാണ് അനാലിസിസ് എന്ന് പറയുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റെക്കഗ്നൈസ് ആൻഡ് അക്സെപ്റ്റ് ആണ്. രണ്ടാമത്തത് അനാലിസിസ് ആണ്. അതായത് എന്തെല്ലാം കാരണങ്ങളാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് എൻ്റെ ചിന്തയിൽപ്പെട്ടിരിക്കുന്നിടത്തോളം കാരണമായി ഭവിച്ചിട്ടുള്ളത്. ഞാൻ എന്തൊക്കെ ചെയ്താലാണ് എൻ്റെ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകുന്നത്? ഏത് വാക്കുകൾ, ഏത് പെരുമാറ്റം, എങ്ങനെയൊക്കെയാണ് അവരിൽ സന്തോഷം ജനിപ്പിക്കുന്നത്, അതായത് എൻ്റെ കൂടെയുള്ളവർ. അതുപോലെ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് എൻ്റെ കുടുംബജീവിതത്തിൽ ഭിന്നതയുണ്ടാകുന്നത്, അഭിപ്രായ ഭിന്നതയോ വഴക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്? ഇതിനെക്കുറിച്ച് നമുക്കൊരു തരംതിരിവ് ആവശ്യമാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കുടുംബജീവിതത്തിൽ ഇങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അക്സെപ്റ്റ് ചെയ്തു, അത് അനാലിസിസ് ചെയ്തു, അതിനുശേഷം നമ്മൾ അതിനെ അസസ് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമ്മുടെ കുടുംബജീവിതത്തിൽ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള എന്തെങ്കിലും ഒരു ആശയം അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ നമുക്ക് ഒരുപക്ഷെ കൗൺസിലിംഗ് കൂടി ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഗുരുവിന് തുല്യമായ ആളിൽ നിന്ന് കൂടി ആയിരിക്കാം, ഒക്കെ ലഭിക്കുകയാണെങ്കിൽ ഇതെൻ്റെ ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനായിട്ട് എനിക്ക് എത്രമാത്രം സന്നദ്ധതയുണ്ട്, ഞാൻ തയ്യാറാണോ അതിന്? അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കണം. അല്ലെങ്കിൽ പിന്നെ ഇതിന് പോയിട്ട് കാര്യമില്ല. നമ്മളൊരു വെൽനസ് ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് വേണ്ട നിർദ്ദേശങ്ങൾ, ആശയങ്ങളൊക്കെ കിട്ടുമ്പോൾ അതിനെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, ജീവിതത്തിൽ എങ്ങനെ അത് പകർത്തണം എന്നുള്ളൊരു ചിന്താഗതി, ഒരു വിചിന്തനം നമുക്ക് ആവശ്യമാണ്. അതില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു അടി പോലും മുന്നോട്ട് നീങ്ങുവാൻ സാധ്യമല്ല. ഇനി നാലാമത് നമുക്ക് ചോദിക്കേണ്ട ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുടുംബത്തിൻ്റെ ഈ ഭദ്രത, സന്തോഷം, അതിൻ്റെ സമസ്തത
മുഖ്യധാര എന്നിവയ്ക്ക് വേണ്ടി വരുന്ന ത്യാഗം, ത്യജനം അല്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ച, ഇതൊക്കെ എനിക്ക് എത്രമാത്രം ചെയ്യാൻ സാധിക്കും? നമുക്ക് കുടുംബത്തിൽ വെൽനസ് വേണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ത്യജിക്കേണ്ടതായ ആവശ്യമുണ്ട്. വിട്ടുവീഴ്ച മനോഭാവം തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. അതിന് ഞാൻ തയ്യാറാണോ? ഇങ്ങനെ തയ്യാറല്ല എങ്കിൽ നാം എത്ര മാറ്റത്തിന് ശ്രമിച്ചാലും പഴയപടി തന്നെ ആവുകയും ചെയ്യും. മാറ്റം എന്നതിനേക്കാൾ ഉപരി പരിവർത്തനം. മാറ്റം എന്ന് പറഞ്ഞാൽ ഉപരിതലത്തിലാണ്. ഒരാഴ്ചയോ അല്ലെങ്കിൽ 3-4 ദിവസമോ ഒരുപക്ഷെ മാസങ്ങൾ പോയേക്കാം. അത് തിരിച്ച് പഴയ രീതിയിലേക്ക് ആകാനായിട്ട് വലിയ താമസം ഉണ്ടാവില്ല. എന്നാൽ പരിവർത്തനം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായ മാറ്റമാണ്. നമുക്ക് എന്തെല്ലാം തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കിട്ടിയോ അതനുസരിച്ച് നമ്മൾ പൊരുത്തപ്പെട്ടു പോവുക. നമ്മൾ ആ റിലേഷൻഷിപ്പിൻ്റെ പിരമിഡിൽ പറഞ്ഞതുപോലെ പൊരുത്തപ്പെടലിന് 2-3 സ്റ്റെപ്പുകളുണ്ട്. ആ സ്റ്റെപ്പുകളിലൂടെ കടന്നുപോയി അതിനൊക്കെ നമുക്ക് ചില ടെൻഷനൊക്കെ ഉണ്ടാവും. നമ്മൾ ചില ശീലങ്ങളൊക്കെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതൊക്കെയാണ് ത്യാഗം എന്ന് പറയുന്നത്. ഇത്തരുണത്തിൽ നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ അല്ലെങ്കിൽ പരിവർത്തനത്തിന് വിധേയമാകാൻ നാം തയ്യാറുണ്ടോ എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇത്രയും കാര്യങ്ങൾ പ്രാഥമികമായിട്ട് എൻ്റെ കുടുംബജീവിതം നന്നാകണം, ഇപ്പോഴത്തെ രീതി കൊണ്ട് ഒരു പ്രയോജനവുമില്ല, എനിക്കും എൻ്റെ കുടുംബത്തിനും നഷ്ടങ്ങൾ അല്ലെങ്കിൽ അസന്തുഷ്ടി, അസമാധാനം ഇതൊക്കെയാണ് ഉണ്ടാകുന്നതെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ ഈ 4 ചോദ്യങ്ങൾ നാം സ്വയം ചോദിച്ച് കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോയാൽ കുടുംബ ബന്ധങ്ങളും ദമ്പതി ബന്ധങ്ങളും ഒക്കെ ശിഥിലമായി പോകുന്നതിന് എന്തായിരിക്കാം കാരണം? അതിനെക്കുറിച്ചാണ് നമുക്ക് അടുത്ത ആശയം പങ്കുവെക്കാനുള്ളത്. എന്തായിരിക്കാം? നമുക്ക് കുറച്ച് കാര്യങ്ങൾ 2ാമത്തെ എപ്പിസോഡിൽ നമ്മൾ പരാമർശിച്ച് പോയിച്ചിട്ടുണ്ട്. അതിൻ്റെ കുറച്ചുകൂടി ഒരു വിശദമായ കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത്. അതായത് വ്യക്തിയെയും വസ്തുവിനെയും സാഹചര്യത്തെയും സംബന്ധിച്ചിട്ടുള്ള ചില യാഥാർത്ഥ്യങ്ങൾ നമുക്ക് അറിഞ്ഞുകൂടാം, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അവഗണിക്കാവുന്നതായിരിക്കാം. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയോ വസ്തുവോ സാഹചര്യമോ ആണെങ്കിൽ അത് എങ്ങനെയാണോ അതിനെ അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യുക എന്നൊരു പ്രാഥമിക പാഠം നമ്മൾ മറന്നു പോകുന്നു. ഇപ്പോൾ വേനലാണ്, എല്ലാവരും പറയും എന്തൊരു ചൂടാണ്, ഒരു രക്ഷയില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വേനൽക്കാലത്ത് ചൂടായിരിക്കും എന്ന അനുഭവം ഉണ്ടെങ്കിൽ നമ്മളങ്ങനെ പറഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല. മഴക്കാലത്ത് മഴയുണ്ടാകും. ഒരു വ്യക്തി ദേഷ്യക്കാരനാണെങ്കിൽ ആ ദേഷ്യത്തെ അക്സെപ്റ്റ് ചെയ്യുക, അയാളെ നിയന്ത്രിക്കാൻ പോകാതെ ക്രമേണ അയാളുടെ ആ ദേഷ്യഭാവം മാറ്റിയെടുക്കാൻ ഒരു ശ്രമമുണ്ട്. അതിൻ്റെ ടൂൾസിനെ കുറിച്ച് പിന്നീട് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും വ്യക്തിയും വസ്തുവും സാഹചര്യവും അത് ഏത് തരത്തിലുള്ളവയാണോ അതിനെ അക്സെപ്റ്റ് ചെയ്യുക. നമ്മളതിനെ മാറ്റാൻ ശ്രമിച്ചാൽ സാധ്യമല്ല. നമ്മൾ മനസ്സിലാക്കിയല്ലോ, ഒരാളുടെ അനുവാദമില്ലാതെ അയാൾക്ക് വേണമെന്ന് തോന്നാതെ ഒരു കാരണവശാലും ഒരാളെയും മാറ്റിയെടുക്കാൻ സാധ്യമല്ല. അപ്പോൾ അതിനെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. എൻ്റെ കൂടെയുള്ളവരെ ഏത് തരത്തിലുള്ള സ്വഭാവക്കാരാണ്? ദേഷ്യക്കാരാണോ, അഴുക്കാളികളാണോ, അല്ലെങ്കിൽ സഹിഷ്ണുത ഉള്ളവരാണോ, ക്ഷമയുള്ളവരാണോ, അവരുടെ ചിന്ത, വാക്ക്, പ്രവൃത്തി എന്നിവ നമ്മുടെ കുടുംബത്തിൻ്റെ മുഖ്യധാരയ്ക്ക് അല്ലെങ്കിൽ സംസ്ഥതയും അന്യോന്യതയും കുറിച്ചൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. അത് സമയമുള്ളവരൊന്ന് നോക്കിയാൽ കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാകുന്നതാണ്. അപ്പോൾ നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ മുഖ്യധാരയ്ക്കും സംസ്ഥതയ്ക്കും അനുയോജ്യമായ രീതിയിലാണോ എൻ്റെ കൂടെയുള്ളവരുടെ ചിന്ത? ആ ചിന്തയും അവരുടെ പ്രവൃത്തിയും അവരുടെ പ്രതികരണത്തിലുമൊക്കെ എനിക്ക് എത്രമാത്രം യോജിച്ചു പോകാൻ സാധിക്കുന്നുണ്ട്? ഏതെല്ലാം കാര്യങ്ങൾ സ്വീകരിക്കണം, ഏതെല്ലാം തള്ളണം, എത്രമാത്രം അനുകൂലമായ നിലപാടെടുക്കണം, എത്രമാത്രം പ്രതികൂലമായ എന്തെല്ലാം കാര്യങ്ങൾ തിരുത്തപ്പെടാനുണ്ട്? ഇത്തരത്തിലൊരു വിചിന്തനം ഒരു ഗ്രഹനാഥനും ഗ്രഹനാഥയ്ക്കും ഒരുപോലെ തന്നെ ആവശ്യമാണ്. അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒബ്സർവേഷൻ നമ്മുടെ പിരമിഡിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ്. ഓരോ വ്യക്തികളും നമ്മൾ നിരീക്ഷിക്കണം. അതിനുശേഷം ഇതിൽ സൗമ്യമായവരാരൊക്കെ, ശാന്തമായിട്ടുള്ളവരായ, ചിലർക്ക് ചില ഭക്ഷണങ്ങൾ ഇഷ്ടമല്ല, ചിലർക്ക് പ്രത്യേക ഭക്ഷണം വേണം. അപ്പോൾ മാതാവിന് വലിയൊരു പണിയായിരിക്കും. ചിലർക്ക് ചില ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെ. ഇത്തരം കാര്യങ്ങളിലൂടെ ഒരു കുടുംബത്തിലെ നാഥനും നാഥയ്ക്കും എത്രമാത്രം യോജിക്കാൻ സാധിക്കും എന്നുള്ളത് റേറ്റിംഗ് ആവശ്യമാണ്. ഈ റേറ്റിങ്ങിന് ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ ഓരോ പ്രവർത്തനത്തിലും ഓരോ റേറ്റിംഗ് കൊടുത്താൽ നമ്മൾ ഉയരത്തിലേക്കാണോ അല്ലെങ്കിൽ താഴത്തേക്കാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ നമ്മുടെ കുടുംബത്തിലുള്ളവരുമായിട്ട് ഒരു 10% യോജിപ്പ് നമുക്കുണ്ടോ, അല്ലെങ്കിൽ ഒരു 20% യോജിപ്പുണ്ടോ, അല്ലെങ്കിൽ 50% മേലെയാണോ എന്ന് നമുക്ക് അസസ് ചെയ്യാം. ഇന്ന് മുതൽ നമുക്ക് നോക്കിയാൽ ഒരു 20-30% യോജിച്ചു പോകാവുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളുമായിട്ട് യോജിച്ചു പോകുക എന്നുള്ളതാണ്. അടുത്ത ദിവസം ഒരു 31 ആകുകയാണെങ്കിൽ നമ്മൾ വിജയിച്ചു, നമ്മൾ പുരോഗതിയുടെ പാതയിലാണ്. അത് അടുത്ത ദിവസം 35-40 ആകുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ വിജയിച്ചു. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മെ അഭിനന്ദിക്കാം. അപ്പോൾ നമ്മുടെ മനസ്സ് പൊരുത്തത്തിന് ഇണങ്ങി, അക്സെപ്റ്റൻസ് പൂർത്തിയായി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത്തരം വഴക്കുകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉള്ളപ്പോഴത്തെ ആ വ്യക്തിയെ മനസ്സിലാക്കിയിരുന്നാൽ നമുക്ക് സൗമ്യമായൊരു പാതയിലൂടെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. 2ാമത്തെ കാര്യം, ജീവിതത്തിൽ നമ്മുടെ കൂടെയുള്ളവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ ഇഷ്ടങ്ങളൊന്നും നമുക്ക് മനസ്സിലാകാതെ വരിക. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടാവും അല്ലേ?
ഓരോ വ്യക്തിയും വ്യത്യസ്തമാണെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു വെച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്നേഹത്തിനോടുള്ള ഇഷ്ടം. എനിക്ക് സ്നേഹം ലഭിക്കണം. സ്നേഹം ലഭിക്കുക, അതുപോലെ സ്വീകരിക്കുക, അതുപോലെ നൽകുക. ഇതെല്ലാം വ്യത്യസ്തമായ രീതിയിലായിരിക്കും. ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് സ്നേഹത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് ഓരോരുത്തരും സ്നേഹത്തെ സമീപിക്കുന്നത്, അല്ലെങ്കിൽ സ്നേഹ അനുഭവങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ചിലർക്ക് ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന ഒരു സന്തോഷം, സ്നേഹം, കൂടെ ഇരിക്കുക, തൊട്ടുരുമിയിരുന്ന് ഓരോ കാര്യങ്ങളും നർമ്മങ്ങളും ഒക്കെ പറഞ്ഞ് മുടിയിലൊക്കെ ഒന്ന് തലോടി, അങ്ങനെ ഒരുപാട് നർമ്മങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു അവസ്ഥ, നിമിഷങ്ങൾ പോകുന്നത് അറിയില്ല. അങ്ങനെ വിരസതയില്ലാതെ കുറേ സമയം സംസാരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ചിലർക്ക് അതായിരിക്കാം ഒരു സന്തോഷം നൽകുന്നത്. അത് നമ്മൾ തിരിച്ചറിയണം. അവിടെ നമ്മൾ റേറ്റിംഗ് അപ്ലൈ ചെയ്യണം. അങ്ങനെ നമ്മുടെ കുടുംബാംഗങ്ങളോടൊപ്പം നമുക്ക് ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ എത്ര ഒരു അവസരം ലഭിക്കുന്നുണ്ടോ, എത്ര സമയം ഉപയോഗിക്കുന്നുണ്ട്? 24 മണിക്കൂറിൽ ഒരു 15 മിനിറ്റെങ്കിലും അല്ലെങ്കിൽ 10 മിനിറ്റെങ്കിലും നമുക്ക് സാധിക്കുന്നുണ്ടോ? അവിടെയും നമ്മളൊരു റേറ്റിംഗ് വയ്ക്കുക, ഒരു അസസ്മെൻറ്റ്. 10%, 20%, അങ്ങനെയൊക്കെ. ജീവിതത്തിൽ നമ്മുടെ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകേണ്ടത് കുടുംബത്തിലെ നാഥൻ്റെ കടമയാണ്. അതുകൊണ്ട് ഇത് ഒരിക്കലും ഒഴിവാക്കാനാവാത്ത ഒരു കാര്യം തന്നെയാണ്. ഇനി വേറെ ചിലർക്ക് അഭിനന്ദനമായിരിക്കും. ഓരോരുത്തരുടെ കഴിവ് അറിഞ്ഞാലേ സാധിക്കുകയുള്ളൂ. അഭിനന്ദനം കിട്ടുമ്പോൾ നല്ല സന്തോഷമായിരിക്കും. ഒരു കുട്ടി നല്ല മാർക്ക് വാങ്ങിച്ചു വന്നു, ഉടനെ ആ കുട്ടിയെ വാരിപ്പിടിച്ച് ഉമ്മ വെച്ച് മിടുക്കനാണ് എന്നൊക്കെ പറഞ്ഞ് അഭിനന്ദിക്കുമ്പോൾ ആ കുട്ടിക്കൊരു സന്തോഷം ഉണ്ടാകും. വീട്ടിൽ നമ്മുടെ ഗ്രഹനാഥ നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി, ആ ഭക്ഷണത്തിൻ്റെ രുചിയെക്കുറിച്ച് പറയുക, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് സന്തോഷമായിരിക്കും. അതുപോലെ അവർ ഇടുന്ന ഡ്രസ്സ്, നല്ല ഡ്രസ്സ് ഇടുമ്പോഴത്തേക്ക് നല്ലതാണെന്ന് പറഞ്ഞ് അഭിനന്ദിക്കും, നന്നായിട്ട് ചേരുന്നുണ്ടെന്നൊക്കെ പറയാം. അതുപോലെ ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ മറ്റൊന്നാണ് സ്കില്ല്. ഓരോരുത്തർക്കും പലതരത്തിലുള്ള സ്കില്ല്, നിപുണത ഉണ്ടാവും. അവർ കാണിക്കുന്ന ഓരോ കഴിവുകൾ, കൊള്ളാലോ നിനക്ക് ഇത്രയും കഴിവുണ്ടോ, ഇതങ്ങനെ മനസ്സിലാക്കി എന്നൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷമാണ്, ഒരു സ്നേഹ അനുഭവം അതിലൂടെ പകരപ്പെടുന്നുണ്ട്. അതുപോലെ ബുദ്ധി സാമർഥ്യം, ഇതൊക്കെ പലർക്കും പലതരത്തിലുണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ അഭിനന്ദനങ്ങൾ കൊണ്ടും അവരുടെ ആഗ്രഹങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇനി വേറെ ചിലർക്ക് അങ്ങനെയല്ല, സമ്മാനം കിട്ടുന്നതായിരിക്കും സന്തോഷം. എന്തെങ്കിലും ഒരു സമ്മാനം കിട്ടണം, ഒരു ബർത്ത്ഡേക്കോ അല്ലെങ്കിൽ വെഡ്ഡിങ് ആനിവേഴ്സറിക്കോ ഒക്കെ എന്തെങ്കിലുമൊക്കെ സമ്മാനം കിട്ടുക. അതുപോലെ പുരുഷന്മാരൊക്കെ വെളിയിൽ പോയിട്ട് വരുമ്പോൾ എന്തെങ്കിലും വസ്തുവകൾ, ഭക്ഷണം കഴിക്കുക, ചെറിയ സ്നാക്സ് ആണെങ്കിലും മതി, എന്തെങ്കിലുമൊക്കെ കൊണ്ടു കൊടുക്കുമ്പോൾ വലിയ സന്തോഷമാണ്. അപ്പോൾ മിക്കവാറും വാതിൽക്കൽ തന്നെ നമ്മൾ എത്തുമ്പോഴത്തേക്ക് ചിരിച്ചുകൊണ്ട് നിൽപ്പുണ്ടാവും, എന്തെങ്കിലും കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ. അത് നമ്മൾ തിരിച്ചറിയണം. ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ കൂടിയും നമ്മുടെ കുടുംബത്തിൻ്റെ സംസ്ഥതയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്, വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെ. നമ്മളിത് അവഗണിക്കാൻ പാടില്ല. അപ്പോൾ അഭിനന്ദനവും അതുപോലെ തന്നെ സമ്മാനങ്ങളും ഒരുപോലെ കൊണ്ടുപോകാൻ സാധിക്കേണ്ടതാണ്. ഇതിന് ഈ വേറൊരു കാര്യമുണ്ട്, സമ്മാനങ്ങൾ ഓർപ്പിച്ചോ അല്ലെങ്കിൽ നിർബന്ധിച്ചോ വാങ്ങാൻ പാടില്ല. നാളെ എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ, എന്തെങ്കിലും കൊണ്ടുവരണം കേട്ടോ, അങ്ങനെ ഓർപ്പിക്കാൻ പാടില്ല. അത് സഹജമായിട്ട് അവർ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ്. അതാണ് വ്യക്തിത്വങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് മനസ്സിലാക്കണം, ഓരോ വ്യക്തിത്വത്തിലും നമ്മൾ പ്രത്യേകിച്ച് പഠിക്കേണ്ടതായ ആവശ്യമുണ്ട്. നമുക്കറിയാം ഇൻട്രോവേർട്ട്, എക്സ്ട്രോവേർട്ട് എന്നൊക്കെ പറഞ്ഞ ഒരു വ്യക്തിത്വമായ തരംതിരിവുണ്ട്. അതിൽ തന്നെ 10-16 തരത്തിലുള്ള വ്യക്തിത്വങ്ങളുണ്ട്. ഒരു സാധാരണ കുടുംബത്തിൽ ഇതെല്ലാം പഠിച്ച് മനസ്സിലാക്കി, സൈക്കോളജി മനസ്സിലാക്കി ജീവിക്കാൻ സാധ്യമല്ല. പൊതുവെ ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ, ചില അറിവുകൾ കുടുംബജീവിതം നയിക്കാൻ നമുക്ക് ആവശ്യമാണ്. അതിൽപ്പെട്ട അറിവുകളാണ് നമ്മളിപ്പോൾ വിനിമയം ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും സമ്മാനങ്ങൾ കൊടുക്കേണ്ട കാര്യത്തിനെ കുറിച്ച് നമ്മൾ ഓർമ്മിപ്പിക്കുക, അത് ഓർമ്മിച്ച് അവർക്ക് ഇഷ്ടമനുസരിച്ച് നമുക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇനി വേറെ ചിലർക്ക് ഇതൊന്നുമല്ല ഇഷ്ടം, അവരുടെ കൂടെ ഒന്ന് നിൽക്കുക, ഒന്ന് ഹെൽപ്പ് ചെയ്യുക. ഇപ്പോൾ കിച്ചണിലാണെങ്കിലും എന്തെങ്കിലും കാര്യത്തിന് അല്പസ്വല്പം എന്തെങ്കിലും വർത്താനമൊക്കെ പറഞ്ഞു, എന്തെങ്കിലും കഷ്ണങ്ങൾ നുറുക്കി കൊടുക്കാനോ, നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ. ചെടികൾ നനയ്ക്കാനാകുമ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് കൂടുക, വസ്ത്രങ്ങൾ വിരിച്ചിടുമ്പോഴത്തേക്ക് അതിന് സഹായിക്കുക, വെള്ളം കോരാനായിട്ട് സഹായിക്കുക. ഇങ്ങനെ പല കാര്യങ്ങളിലും കൂടെ നിൽക്കുന്നത് സന്തോഷമാണ്. ഇനി ഒരുപക്ഷെ 2-3 ഐറ്റംസ് നമ്മൾ നേരത്തെ പറഞ്ഞു, അതെല്ലാം ആവശ്യമുള്ളവരുണ്ടാവും. ചിലർക്ക് 2-3 ഒരു ഐറ്റമോ 2 ഐറ്റമോ മതിയാവും. ഇനിയും വേറെ ചിലർക്ക് സ്പർശനാനുഭൂതിയാണ്. അവരുടെ അടുത്ത് എല്ലായ്പ്പോഴും ഇരിക്കണം. ഏകാന്തത്തിൽ ഇരിക്കുമ്പോഴത്തേക്ക് ഒന്ന് ചേർത്ത് പിടിക്കുക, മുടിയിൽ തലോടുക, ഒരു മൃദുവായ ചുംബനങ്ങൾ നൽകുക, അതുപോലെ കൈപ്പത്തി, തോൾ ഭാഗം എന്നിവയ്ക്ക് ചെറുതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഒരു കനസ്തെറ്റിക് എഫക്റ്റാണ്. നമുക്ക് 5 ഇന്ദ്രിയങ്ങളാണെന്ന് അറിയാമല്ലോ. 5 ഇന്ദ്രിയങ്ങൾക്കും 5 വിഷയങ്ങളാണ്: കാഴ്ച, കേൾവി, സ്പർശനം, ശബ്ദം, അങ്ങനെ തുടങ്ങിയ 5 എണ്ണം. അതെല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. അതിൽ സ്പർശനം എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവായൊരു കാര്യമാണ്. നമ്മുടെ മക്കളെയോ അല്ലെങ്കിൽ ഏകാന്തത്തിലാണെങ്കിൽ ദമ്പതികളോ ഒരുമിച്ചിരുന്ന് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെറുതായി ശരീരത്തിൽ ഒരു മസാജ് ചെയ്യുന്നത് സ്നേഹം പകരുന്നതിൻ്റെ ഒരു നല്ല അടയാളമായിട്ട് കണക്കാണ്. ഇതൊന്നും നമ്മൾ മറന്നുകൂടാത്ത ചില കാര്യങ്ങളാണ്. ഇനി വേറൊരു കൂട്ടർക്ക് ഇതൊന്നുമല്ല, എവിടെയെങ്കിലേക്ക് ഒരുമിച്ച് യാത്രയ്ക്ക് പോകുന്നതാണ് താല്പര്യം. വല്ല ബീച്ചിലേക്കോ അല്ലെങ്കിൽ പാർക്കോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലേക്കോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബന്ധുവീടുകളിലൊക്കെ ആയിക്കോട്ടെ,
ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ സന്ദർശിച്ച് അവരുമായിട്ടൊക്കെ സംവദിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ഇഷ്ടമായിട്ടുള്ള കാര്യം. അത് നമ്മൾ മനസ്സിലാക്കണം. ഇതെല്ലാം കൂടി നടക്കുമെന്ന് ചോദിച്ചാൽ നടക്കില്ല. നമ്മുടെ സമയം, നമ്മുടെ ബഡ്ജറ്റ്, നമ്മുടെ ശാരീരിക മാനസിക അവസ്ഥ ഇതെല്ലാം മനസ്സിലാക്കി വേണം. അതിനാണ് പരസ്പരം മനസ്സിലാക്കൽ എന്ന് പറയുന്നത്. ഇനി വേറെ ചിലർക്കാകട്ടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതായിരിക്കും. ഇതൊരു എക്സ്ട്രാവേർട്ട് മെൻറ്റാലിറ്റി ഉള്ളവർക്കാണ്. ഇത് ശരിക്കും പറഞ്ഞൊരു മാസ് പ്ലഷറിൻ്റെ ഭാഗമാണ്. മാസ് പ്ലഷർ എന്ന് പറഞ്ഞാൽ ആളുകൾ കൂടുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം. അതാണ് ഞാൻ എക്സ്ട്രോവേർട്ട് എന്ന് പറയാനായിട്ട് കാര്യം. ആഘോഷങ്ങൾ, ഇപ്പോൾ ഉത്സവങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അതിൻ്റെ എഴുന്നള്ളത്ത്, പൂജാതി കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു നിൽക്കുന്നത് നമ്മുടെ ജീവിത പങ്കാളിക്ക് ഇഷ്ടമാണെങ്കിൽ വല്ലപ്പോഴുമൊക്കെ അതിനെ അനുവദിക്കുക. അതിന് കയറൂരി വിടാതിരിക്കണം, പ്രത്യേകിച്ചും സ്ത്രീകളുടെ കാര്യത്തിൽ. എന്നാൽ അവർക്ക് വേണ്ടത്ര സ്വാതന്ത്ര്യം നൽകുകയും ചെയ്യണം. ഇതെല്ലാം ഒരു സന്തോഷത്തിന് കാരണമാണ്. ഇനി മറ്റു ചിലർക്കാവട്ടെ, അതായത് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനൊരു പൂർണ്ണത വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. എന്ത് ചെയ്താലും അത് പെർഫെക്റ്റ് ആയിരിക്കണം. അപ്പോൾ അത് അവർക്ക് വലിയൊരു സന്തോഷമാണ്. പുസ്തകങ്ങളൊക്കെ ആണെങ്കിൽ അത് ഭംഗിയായിട്ട് ഇങ്ങനെ അടുക്കി ചിട്ടയോടുകൂടി വയ്ക്കും. ആ ചിട്ട തെറ്റിക്കഴിഞ്ഞാൽ അവർക്ക് ദേഷ്യം വരും. അത് നമ്മൾ അറിയേണ്ടതാണ്. കിച്ചണിലാണെങ്കിൽ ചില സ്ത്രീകൾക്ക് നല്ല വൃത്തിയും വെടുപ്പും വേണം. ഓരോ സാധനങ്ങളും ക്രമമായിട്ട്, ഇപ്പോൾ പൊടികളോ അങ്ങനെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഗ്ലാസ് അതുപോലെ കാര്യങ്ങളൊക്കെ അതാതിന് സ്ഥലത്തിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചാൽ ദേഷ്യം വരിക. പ്രത്യേകിച്ച് അമ്മായിയമ്മയും മരുമകളും ഒക്കെ ഉള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ അതിനുവേണ്ടി പല കലഹങ്ങളും ഉണ്ടാവാറുണ്ട്. ആ വ്യക്തിയെ നമ്മൾ മനസ്സിലാക്കണം. ഇന്ന ആൾക്ക് ഇത് ചിട്ടയോടെ ചെയ്യുന്നതാണ് താല്പര്യം, അങ്ങനെ അല്ലെങ്കിൽ ദേഷ്യം വരും. നമ്മൾ മനസ്സിലാക്കുക. അവിടെ ഒരു വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാക്കണം. നമുക്ക് എവിടെയെങ്കിലും നിരത്തിയിട്ടുള്ള സ്വഭാവമാണെങ്കിൽ അത് അവർ അംഗീകരിക്കില്ല. അത് മാത്രം മതിയാവും വഴക്കുണ്ടാകാനായിട്ട്. അപ്പോൾ ഉണർവും ഉന്മേഷവും ഒക്കെ നൽകത്തക്ക വണ്ണം പൂർണ്ണതയോടെ ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അത്തരം ആൾക്കാരെ പ്രത്യേകിച്ച് തിരിച്ചറിയേണ്ടതാണ്. ഇനി വൃത്തിയും വെടുപ്പുമാണ് ചിലർക്ക് ഇഷ്ടം. എല്ലാ കാര്യങ്ങളും നീറ്റ് ആൻഡ് ക്ലീൻ. ഒരു തോർത്തെടുത്താൽ പോലും അത് പിഴിഞ്ഞ് ഭംഗിയായിട്ട് അയലിട്ടിരിക്കണം. അത് ചുറ്റിക്കൂട്ടിയിടുന്ന ചില കുട്ടികളുണ്ടാവും, അല്ലേ? അതൊന്നും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഇതുപോലെ വൃത്തിയും വെടുപ്പും ഉണ്ടാക്കുക. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ വൃത്തിയും വെടുപ്പിൻ്റെ കാര്യം നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അത് കൂടുതലേക്ക് അതിലേക്ക് കടക്കുന്നില്ല. ഇനി വളരെ അപൂർവം ചിലർക്ക് വേറൊരു സ്നേഹാനുഭവം ഉണ്ട്. എന്താണെന്നറിയോ? ചാരിറ്റി ചെയ്യുന്നതിൽ, മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യുന്നത്. ചില സ്ത്രീകൾക്ക് അത് ഇഷ്ടമാണ്. എന്തെങ്കിലും ആൾക്കാർ വീട്ടിൽ വരുമ്പോൾ എന്തെങ്കിലും ഭക്ഷണം വെച്ച് കൊടുക്കുമോ, ക്ഷേത്രങ്ങളിൽ പോയി കൊടുക്കുമോ, പാവങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുമോ, ഇതെല്ലാം വളരെ ഇഷ്ടമുള്ളൊരു കാര്യം തന്നെയായിരിക്കും. അത് നല്ലത് തന്നെയാണ്. അത് നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് ഉതകുന്നതാണ്. ദാനം ആപത്തിനെ തടയും. നബിദിനം കഴിഞ്ഞ ദിവസം പെരുന്നാളൊക്കെ ആയിരുന്നല്ലോ. അതൊക്കെ ഓർമ്മിക്കുന്നത് നല്ലതാണ്. എല്ലാവർക്കും നമുക്ക് നമ്മുടെ യുക്തിക്കനുസരിച്ച്, നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ശക്തിക്കനുസരിച്ച് മറ്റുള്ളവരെ സഹായിക്കുന്നത് നല്ലതാണ്. ചിലരുടെ സ്നേഹാനുഭവം അതാണെങ്കിൽ അനാവശ്യമായ ചിലവാണെന്ന് പറഞ്ഞ് അതിനെ അടിച്ചമർത്താതെ അതിന് അനുകൂലമായിട്ട് നിൽക്കുമ്പോൾ കൂടുതൽ ചേർച്ചയും നമ്മുടെ കുടുംബ ജീവിതത്തിൽ സമസ്തത ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ്. ഇനിയുണ്ട് കാറ്റഗറീസ്, ഒരുപാട് കാറ്റഗറീസ് ഇതുപോലെ സ്നേഹാനുഭവങ്ങളുണ്ട്. ചിലർക്ക് ഭക്ഷണത്തിൻ്റെ കാര്യം. നല്ല ഭക്ഷണം കിട്ടുമ്പോഴത്തേക്ക് സന്തോഷം. അവർക്ക് മറ്റൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഭക്ഷണം കഴിക്കും, നല്ല രുചികരമായ ഭക്ഷണമായിരിക്കണം, അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലായിരിക്കണം. ക്വാണ്ടിറ്റി, അതിൻ്റെ ക്വാളിറ്റി, ഇതെല്ലാം അവർ നോക്കുന്നതായിരിക്കും. ഇതുപോലെ പല അനുഭവങ്ങളും നാം മനസ്സിലാക്കി നമ്മുടെ കുടുംബത്തിൽ ജീവിക്കുന്ന നമ്മുടെ പങ്കാളി ഉൾപ്പെടെയുള്ളവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കി നമ്മുടെ കുടുംബജീവിതത്തിൽ ശിഥിലമാക്കുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അത് തിരിച്ചറിഞ്ഞ് അതിനെ തിരുത്തിക്കൊണ്ടു പോകാനായിട്ട് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുടുംബം ഒരു വെൽനസ് ആയിട്ട് മാറുന്നതാണ്. ചുരുക്കി ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടെ റെക്കോർഡിന് ശേഷം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. വീണ്ടും വീണ്ടും അവർക്ക് സമയം കളയുന്നില്ല. ഇനി നമ്മൾ കുടുംബ ബന്ധങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരുന്ന ചില വില്ലന്മാരുണ്ടല്ലേ. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണെങ്കിലും ഒന്നുകൂടെ ഓർക്കാൻ വേണ്ടിയിട്ടും അത് കുടുംബജീവിതത്തിൽ പകർത്താൻ വേണ്ടിയിട്ട് പറയുകയാണ്. ഒന്നാമത്തെ പ്രധാന വില്ലൻ എന്ന് പറയുന്ന സ്ത്രീധനമാണ്. നമുക്കറിയാം, സ്ത്രീധനവുമായി ബന്ധപ്പെട്ട ദുരന്ത വാർത്തകൾ, പീഡനങ്ങൾ, ഇതെല്ലാം നമ്മൾ മാധ്യമങ്ങളിലൂടെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്, അല്ലേ? അത് വളരെയധികം വ്യസനകരമായ ഒരു കാര്യം തന്നെയാണ്. ദാമ്പത്യബന്ധത്തിൻ്റെ പവിത്രത നശിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് സ്ത്രീധനം എന്ന് പറയുന്നത്. സ്ത്രീധനം എന്ന് പറയുന്നത് കുറ്റകരമാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിനെ പിന്നെ സ്ത്രീധനം എന്ന് വിളിക്കാതെ വേറെ ചില പേരുകൾ, അങ്ങനെ പേരിൽ ഉപഹാരമെന്നോ സമ്മാനമെന്നോ ഒക്കെ പറഞ്ഞ് വിവക്ഷിക്കാറും ഉണ്ട്. എന്തു തന്നെയാണെങ്കിലും സ്ത്രീധനം എന്ന് പറയുന്നത് കുടുംബജീവിതത്തിനെ ശിഥിലമാക്കുന്നൊരു വസ്തുത തന്നെയാണ്. അതിനെന്താണ് ചെയ്യേണ്ടത്? ഒരു കുടുംബം ബന്ധത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വിവാഹം ആലോചന തുടങ്ങുമ്പോൾ തന്നെ മിക്കവാറും വരൻ്റെയോ അല്ലെങ്കിൽ വരൻ തന്നെയോ എന്ത് കിട്ടുമെന്നാണ് ചിന്തിക്കുന്നത്. എന്താണ് എനിക്ക് കിട്ടുന്നത്? ചിലരെ സംബന്ധിച്ചോളം വളരെ പരിതാപകരമാണ്. അത് കിട്ടിയിട്ട് വേണം എൻ്റെ കുടുംബജീവിതം ഒന്ന് കരിപ്പിടിക്കാനായിട്ട്. വീടുണ്ടാക്കണം, ജോലിക്ക് പോകണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എത്രയോ പരിതാപകരമായ ഒരവസ്ഥയാണ്. നമ്മൾ ഇത്രയും പുരോഗമിച്ചുവെങ്കിലും സ്ത്രീധനത്തിൻ്റെ കാര്യത്തിൽ ശരിയായൊരു കാഴ്ചപ്പാടില്ലാത്ത കുറേ അനവധി ആളുകളുണ്ട്. നമ്മുടെ കുടുംബജീവിതത്തെ നശിപ്പിക്കാനായിട്ട് ഇത് മാത്രം മതിയായിരിക്കും.
എന്നാൽ ഒരു ബന്ധത്തെക്കുറിച്ച്, വിവാഹ ബന്ധത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് പരിഗണിക്കാനുണ്ട് അല്ലേ? ഇതൊഴിച്ചു പല പല കാര്യങ്ങളുണ്ട്, അത് പലരും ശ്രദ്ധിക്കുന്നില്ല. എന്ത് കിട്ടുമെന്ന് മാത്രം ചിന്തിക്കുമ്പോൾ ആ കുടുംബജീവിതത്തിൽ എന്ത് ഉന്നതിയാണ് ഉണ്ടാകുന്നത്, അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇനിയെങ്കിലും എല്ലാ യുവാക്കളും നമ്മൾ വിവാഹം കഴിക്കുന്ന ആളുകളുടെ പൊരുത്തത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്ത്രീധനത്തിൻ്റെ കാര്യത്തെ തൽക്കാലം വേണ്ട എന്നല്ല പറയുന്നത്. അതിന് ആവശ്യമായ ധനം നൽകുന്നുവെങ്കിൽ അത് സന്തോഷത്തോടെ സ്വീകരിക്കുക. അതിനെ ആസ്പദമാക്കി വീടുകളിൽ പീഡനങ്ങളോ ദുരന്തങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അതിനുവേണ്ടി പ്രതിജ്ഞാബദ്ധമായിരിക്കുകയും ചെയ്യണം. ഇവിടെ സ്നേഹമാണ് സ്ത്രീധനമായിട്ട് വേണ്ടത്, സന്തോഷമാണ്, സമാധാനമാണ്. ഇതൊക്കെയാണ് ഒരു സ്ത്രീ നമുക്ക് നൽകേണ്ട ധനം എന്ന് പറയുന്നത്. അതിനെ പ്രോത്സാഹിപ്പിക്കാതെ അവഗണിക്കേണ്ട കാര്യത്തെ അവഗണിച്ചുകൊണ്ട് നമുക്ക് കുടുംബജീവിതത്തിൽ ഒരു പങ്കാളിക്ക് എന്തെല്ലാം ഗുണങ്ങൾ വേണോ അതൊക്കെ ഉണ്ടോ എന്ന് പരീക്ഷിക്കുക മാത്രമാണ് സ്ത്രീധനം കൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൻ്റെ പവിത്രത നശിപ്പിക്കുന്നതാണ് സ്ത്രീധനം എന്ന് പറഞ്ഞില്ലേ. രണ്ട് വീട്ടുകാരുടെയും സാമ്പത്തിക നില അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ഉയർന്ന ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരു പെൺകുട്ടി അല്ലെങ്കിൽ താഴ്ന്ന ഫാമിലിയിൽ നിന്ന് വരുന്ന പെൺകുട്ടി അവരെ വരൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് തരത്തിലുള്ള പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരും. നീ എന്താണ് കൊണ്ടുവന്നത്, നിൻ്റെ വീട്ടിൽ നിന്ന് എന്താണ് തന്നത്, നിന്നെ കൊണ്ട് എന്താണ് പ്രയോജനം, ഒരു 10 പൈസയുടെ ഒരു ഉപകാരം നിന്നെ കൊണ്ടുണ്ടാകും എന്ന് പറഞ്ഞ് തരം താഴ്ത്തി സംസാരിക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടാകും. ഇതിൻ്റെയൊക്കെ പരിണിത ഫലമാണ് സ്ത്രീധന മരണങ്ങളും അതുപോലെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം. ഇതൊരിക്കലും ആവർത്തിക്കാൻ പാടില്ല. എല്ലായ്പ്പോഴും ആവർത്തിക്കുമെന്ന് പറയും, പക്ഷേ ഒന്നും ഒറ്റയൊക്കെ ആയിട്ട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ച് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു സ്ത്രീധനത്തിൻ്റെ കണക്ക് പറഞ്ഞ് ഇത്ര വാദിക്കുന്നത് ഇതിനേക്കാളൊക്കെ വളരെ പരമമായ ബോറായ ഒരു കാര്യം തന്നെയാണ്. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നല്ല രീതിയിൽ സാമ്പത്തിക കാര്യത്തെ പ്ലാൻ ചെയ്യുക, അതിനൊരു കണക്ക് വയ്ക്കുക, ഒരു അച്ചടക്കം ഉണ്ടായിരിക്കും. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ സ്ത്രീധനവുമായിട്ട് ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും നമുക്ക് സൗമ്യമായിട്ട് പരിഹരിക്കാൻ സാധിക്കും. 2 കുടുംബങ്ങളാണ് ഇവിടെ ബന്ധപ്പെടുന്നത്. അതിൻ്റെ ഭദ്രതയ്ക്ക് യാതൊരു തരത്തിലുള്ള ഉടച്ചിലും ഉണ്ടാകാതിരിക്കത്തക്കവണ്ണം ഇരു വീട്ടുകാരും കാര്യങ്ങൾ മനസ്സിലാക്കി അവരുടെ സാമ്പത്തിക കാര്യങ്ങളായിക്കോട്ടെ മറ്റു കാര്യങ്ങളെല്ലാം ആയിക്കോട്ടെ സമഗ്രമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ബന്ധപ്പെടാവുള്ളൂ. മറ്റൊരു വില്ലനാണ് ഒരു ശരിയായ നേതൃത്വമില്ലാതെ വരിക. കുടുംബത്തിൽ പലപ്പോഴും ഒരു നേതാവ് വേണം അല്ലേ, നയിക്കാനായിട്ട്, ഒരു തീരുമാനം എടുക്കാനായിട്ടും കാര്യങ്ങളെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു നേതാവ് ആവശ്യമുണ്ട്. ആ നേതാവ് എന്ന് പറയുന്നത് മിക്കവാറും ഗ്രഹനാഥനായിരിക്കും അല്ലേ. കുടുംബത്തിലെ മുതിർന്ന ഒരു ഏണിംഗ് ഉള്ള ഒരാളായിരിക്കും താഴെ. പക്ഷേ ഇന്നത്തെ അവസ്ഥ എന്താണ്? ഇന്ന് കുടുംബത്തിൻ്റെ സ്റ്റിയറിങ് മിക്കവാറും കുട്ടികളുടെ കയ്യിലാണ്. കുട്ടികളാണ് കുടുംബത്തിൻ്റെ സ്റ്റിയറിങ് പിടിക്കുന്നത്. എനിക്ക് പലപ്പോഴും നേരിട്ട് അനുഭവപ്പെട്ടിട്ടുള്ളതാണ്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ല എന്ന് മാതാപിതാക്കൾ. കുട്ടികളുടെ ശാഠ്യം, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ കുട്ടികളത് സമ്മതിക്കില്ല. എന്തെങ്കിലും ഒരു കാര്യത്തിൽ ചേരാൻ പോകുന്നു, അമ്മ അതിനൊന്നും പോകണ്ട, അമ്മ പോയാലും പറ്റില്ല, അല്ലെങ്കിൽ അച്ഛൻ അതിനൊന്നും പോകണ്ട, അങ്ങനെയുള്ള ഒരു തടസ്സവാദങ്ങൾ ഉന്നയിച്ചിട്ട് കുടുംബത്തെ നിയന്ത്രിക്കുന്നത്. പ്രത്യേകിച്ച് ഇത് ടീനേജ് പ്രായത്തിലാണ്. ഇങ്ങനെ ഒരു കുട്ടി നിയന്ത്രണം, ഒരു കുട്ടി നേതൃത്വം ഒരു കുടുംബത്തിൽ വന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തിന് വല്ലാത്തൊരു ഉലച്ചിലുണ്ടാവും. തീർച്ചയായിട്ടും കുടുംബത്തിലെ വരുമാനമുള്ള ഒരു മുതിർന്ന അംഗം തന്നെ ആയിരിക്കുന്നതാണ് നല്ലത്. എന്നാൽ കൂട്ടായ തീരുമാനങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് അവരെക്കൂടെ കൂട്ടേണ്ടതാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനം എടുക്കാൻ പോകുന്നു, എന്തെങ്കിലും ഒരു പുതിയ സംരംഭം തുടങ്ങാൻ പോകുന്നു, അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാട് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുമായിട്ട് കൂടി സംബന്ധിച്ചിട്ട് വേണം നമ്മൾ തീരുമാനം എടുക്കാൻ. കാരണം അവരുടെ ഒരു കാഴ്ചപ്പാടും കൂടി നമ്മൾ വിലമതിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ പ്രായവും പക്വതയും വളരെ പ്രധാനമാണ്. അപക്വമായ പ്രായത്തിൽ കൗമാര പ്രായക്കാരെ കൊണ്ട് ഇതുപോലെ കുട്ടി നേതൃത്വം അവരുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്നത് നമുക്ക് ദോഷമായിട്ട് ഭവിക്കുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നേതൃത്വത്തിൻ്റെ പ്രാധാന്യം അതാണ്. പക്വതയുള്ള ആൾ തന്നെയായിരിക്കും അതിന് കൈകാര്യം ചെയ്യേണ്ടത്. അതുപോലെ മറ്റൊരു കാര്യമാണ് ഉത്തരവാദിത്വം ഇല്ലായ്മ. കുടുംബത്തിലെ ഓരോരുത്തർക്കും ഓരോരോ ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്വം അവരുടെ സ്വധർമ്മമായിട്ട് കരുതി അത് പാലിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് അച്ചടക്കത്തോടു കൂടി വേണം വേണ്ടത്. അച്ചടക്ക രാഹിത്യം വരികയോ അല്ലെങ്കിൽ ഉത്തരവാദിത്വം ഇല്ലാതെ വരികയോ ചെയ്തു കഴിഞ്ഞാൽ കുടുംബ ബന്ധം ശിഥിലമായും നമ്മുടെ കുടുംബത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവുകയും ചെയ്യും. അത് മാതാപിതാക്കളാണെങ്കിലും ശരി, ജീവിതത്തിൻ്റെ പങ്കാളികളോ അല്ലെങ്കിൽ മറ്റ് കുടുംബത്ത് നമ്മളോടൊപ്പം ജീവിക്കുന്നവരായാലും ശരി, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഓരോരുത്തരുടെ ഉത്തരവാദിത്വം പരസ്പര ബന്ധിതവും പൂരകവുമായിരിക്കണമെന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അത് കുടുംബത്തിൻ്റെ ഒരു സുസ്ഥിതിക്ക് നമ്മുടെ ഒരു മുഖ്യധാര ഉണ്ടാവുമല്ലോ, അതിനനുസൃതമായിട്ട് വേണം നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ ഏൽക്കാനായിട്ട്. ഇനി അടുത്തൊരു കാര്യമാണ് വഴക്കും തർക്കവും. ഈ തർക്കവും വഴക്കും ഒക്കെ കുടുംബജീവിതത്തിൽ സർവ്വസാധാരണമായിട്ട് എന്ന് കാണും. ഒരു മുഖ്യമായ വിഷയം തന്നെയാണ്. ഓരോരുത്തരും അവരവരുടെ ആശയത്തിൽ ഒരു വാശിയോടുകൂടി ഉറച്ചു നിൽക്കുന്നതാണ് ഇതിൻ്റെ പിന്നിൽ ഒരു കാരണം. ഇത് നമ്മുടെ കുടുംബത്തിൻ്റെ സംസ്ഥതയ്ക്ക്, നമ്മുടെ കുടുംബം ഒറ്റക്കെട്ടായി നിൽക്കുന്നു, കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്ക് എഴുതിയ കടക്കൽ വയ്ക്കുന്ന ഒരു കത്തി തന്നെയാണ് ഇത്. എൻ്റെ കാര്യം നടക്കും, ഞാൻ പറഞ്ഞ കാര്യം നടക്കണം, അതാണ് ശരി എന്ന് പറഞ്ഞു
അപ്പോൾ ഇതെല്ലാം ജീവിതത്തിൻ്റെ ഓരോ തുറകളിലും നാം പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. അതുപോലെ സ്നേഹം, ക്ഷമ, സഹിഷ്ണുത ഇതെല്ലാം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇത് ഒഴിവാക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ തർക്കവും വഴക്കും ഒഴിവാക്കാനായിട്ട് കുടുംബത്തിലെ ഓരോ അംഗവും പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ്. ഇനി അഥവാ ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു സമീകരിക്കാൻ വേണ്ടിയിട്ട് 2 ടൂളുണ്ട്. ഏതാണെന്നറിയാം? 2 ടൂളാണ്. വളരെ നിസ്സാരമാണ്. പറയുമ്പോൾ പെട്ടെന്ന് ഇതാണോ എന്ന് ചോദിക്കും. ഒന്ന് മൗനമാണ്. രണ്ടാമത്തത് പുഞ്ചിരിയാണ്. ഈ 2 ടൂൾ കൊണ്ട് മിക്കവാറും പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. വഴക്ക് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മളും കൂടെ അതിൻ്റെ കൂടെ അതേ ടോണിൽ, ആ ടൊണാലിറ്റീസിയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ശബ്ദം വയ്ക്കുന്ന ഒരാളുടെ മുന്നിൽ നമ്മളും കൂടി ശബ്ദം വെച്ചാൽ എന്തായിരിക്കും? നമ്മൾ പറയുന്നത് അയാൾക്ക് മനസ്സിലാവില്ല, അയാൾ പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല. ആശയങ്ങൾ തമ്മിൽ വഴക്ക്, വക്കാണം എന്നിവ തുടരുന്നതായി വരുന്നതായിരിക്കും. അപ്പോൾ എല്ലായ്പ്പോഴും അഹിതമായ, അനഭിലഷണീയമായ എന്തെങ്കിലും സംഭാഷണങ്ങൾ ഉയർന്നു വരുമ്പോൾ തീർച്ചയായിട്ടും മൗനം പാലിക്കുന്നത് നന്നായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കണ്ണടച്ച് സഹിക്കണമെന്നല്ല, അവർ ശാന്തമാകുമ്പോഴത്തേക്ക് കാര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്ത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുപോലെ ചില കാര്യങ്ങൾ ചിരിച്ചു തള്ളേണ്ടതുണ്ട് അല്ലേ? അപ്പോഴത്തെ ഒരു വൈകാരിക അവസ്ഥ കൊണ്ടായിരിക്കാം അച്ഛൻ വഴക്ക് പറഞ്ഞു, അല്ലെങ്കിൽ അമ്മ വഴക്ക് പറഞ്ഞു, അല്ലെങ്കിൽ തർക്കമൊക്കെ ഉണ്ടായത്. അത് കുറച്ച് കഴിയുമ്പോൾ മാറുമായിരിക്കും എന്ന് വിചാരിച്ച് അല്പം ചിരിച്ചു കളയേണ്ട ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ. ഇതൊക്കെ കൊണ്ട് തന്നെ കുടുംബത്തിലെ വഴക്കിനെയും തർക്കത്തേക്ക് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതല്ലാതെ മറ്റു കാര്യങ്ങളിലേക്ക് പോകുമ്പോഴത്തേക്കാണ് അത് സങ്കീർണമായി മാറുന്നത്. ഇനിയുണ്ട് ചില കാര്യങ്ങൾ. സാമ്പത്തിക പ്രതിസന്ധി എല്ലാ കുടുംബത്തെയും ഇന്ന് ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സാമ്പത്തിക പ്രതിസന്ധി. കടം കയറിയിട്ട് ആത്മഹത്യ ചെയ്യുന്ന കർഷകരുടെ എണ്ണം നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടുവരികയാണ്. ശമ്പളമില്ല, പെൻഷനില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അല്ല, വരവറിഞ്ഞ് ചിലവാക്കുക എന്നുള്ളൊരു അടിസ്ഥാന തത്വം അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നമുക്ക് എത്ര വരുമാനമുണ്ട്, അതിൽ എത്ര ചിലവാക്കണം, എത്രമാത്രം സേവ് ചെയ്യണം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളതിനെക്കുറിച്ച് കുറച്ച് വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 20% നമുക്ക് അത്യാവശ്യത്തിന് വേണ്ടി നമുക്ക് സേവിങ്സ് ആയിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഓരോ മുതിർന്ന അംഗവും എത്രമാത്രം വരുമാനം ഉണ്ടെങ്കിൽ അതിൽ പ്രത്യേകം ചെയ്യേണ്ടതാണ്. വരവോ ചെലവ് അനുസരിച്ചിട്ട് മിതപ്പെടുത്തുന്നതാണ്. കുടുംബത്തിൻ്റെ ആസ്തി ബാധ്യതകളെക്കുറിച്ചൊക്കെ മുതിർന്ന അംഗങ്ങളും അറിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ പലപ്പോഴും കുടുംബത്തിലെ സ്ത്രീകൾക്ക്, അതായത് ഗ്രഹനാഥകൾക്ക് കുടുംബത്തിൽ എത്ര ആസ്തിയുണ്ട്, എത്ര വരുമാനമുണ്ട്, എത്രമാത്രം ബാധ്യതകളുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിയില്ല. പല പേയ്മെൻറ്റുകളും ഭർത്താവ് തന്നെയായിരിക്കും ചെയ്യുക. ഈ ഭർത്താവിൻ്റെ എന്തെങ്കിലും കാരണവശാലോ ഭർത്താവിൻ്റെ അഭാവത്തിലോ ഭർത്താവ് നഷ്ടപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടാണ് കുടുംബിനികൾ അനുഭവിക്കുന്നത്. എന്ത് കാര്യങ്ങൾ ചെയ്യണം, ഏത് കാര്യങ്ങൾ ചെയ്യണമെന്ന് നിശ്ചയമില്ല. അതിനെന്താണ് ചെയ്യേണ്ടത്? കുടുംബത്തിൻ്റെ സാമ്പത്തിക വിനിമയത്തെക്കുറിച്ച് ഭാര്യയും ഭർത്താവും അറിഞ്ഞിരിക്കണം. ഇപ്പോൾ LICക്ക് ഒരു പേയ്മെൻറ്റ് അടയ്ക്കണം, അല്ലെങ്കിൽ LIC ചേർന്നിട്ടുണ്ട്, ഒരു ഡെത്ത് ബെനിഫിറ്റ്, അതൊന്നും അറിയാതെ പോകുന്നുണ്ട്. ഇന്ന ആൾക്ക് കുറേ പൈസ കൊടുക്കാണ്ട്, അല്ലെങ്കിൽ ഇന്ന ആൾക്ക് കുറേ പണം കിട്ടാനുണ്ട് എന്നിത്യാദി കാര്യങ്ങൾ മുതിർന്ന അംഗങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ഇങ്ങനെയുള്ള സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ കുടുംബത്തിൽ യാതൊരു തരത്തിൽ സ്വസ്ഥതയും ഉണ്ടാവില്ല. പതറിപ്പോവുകയാണ് ചെയ്യുന്നത്. അത് സങ്കീർണമായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുടുംബത്തിലെ ഈ പ്രത്യേകിച്ച് ഭാര്യയും ഭർത്താവും, കൂടാതെ മുതിർന്ന ആൺകുട്ടികളോ 10-15 ശേഷമുള്ള കുറച്ചൊക്കെ കാര്യശേഷിയുള്ളവരിലോ ഒക്കെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരു അറിവ് ഉണ്ടായിരിക്കേണ്ടതാണ്. ഇനി മറ്റൊരു വില്ലനാണ് പരാതി, കുറ്റപ്പെടുത്തലുകൾ. ഇത് 2 കുടുംബത്തെ ബാധിക്കുന്ന വളരെ ദുസ്സഹമായ ഒരു വില്ലൻ തന്നെയാണ്. അത് നമ്മുടെ കുടുംബജീവിതത്തിൽ വിള്ളലുണ്ടാക്കുന്നവയാണ്. പരാതി പെട്ടിയുമായിട്ട് നടക്കുന്നത് പലപ്പോഴും ഒന്നും തോന്നരുത്, മിക്കവാറും സ്ത്രീകളായിരിക്കും പരാതി പെട്ടികളുമായിട്ട് നടക്കുന്നത്. പ്രത്യേകിച്ച് ജോലിയില്ലാത്തവർ. ജോലിയുള്ളവർക്ക് പരാതി പറയാൻ നേരം ഉണ്ടാവില്ല, എന്നാലും പലതരത്തിലുള്ള പരാതികൾ ഉയർന്നു വന്നു എന്ന് ഇരിക്കാം. എങ്കിലും പരാതികളുടെ എണ്ണത്തിൽ സ്ത്രീകളാണ് സാധാരണ കണ്ടുവരുന്നത്. പുരുഷന്മാരിലും പരാതിയുണ്ട്, പക്ഷെ പുരുഷന്മാർ കൂടുതലും കുറ്റപ്പെടുത്തലുകളാണ്. എന്തിനും ഏതിനും കുറ്റപ്പെടുത്തുന്ന ഒരു സ്വഭാവം. അത് ഈ കുടുംബത്തിൻ്റെ സാഹചര്യം മനസ്സിലാക്കാത്തതാണ്. കുടുംബത്തിൻ്റെ സാഹചര്യം മനസ്സിലാക്കണം, അതുപോലെ വ്യക്തിയുടെ കഴിവ്, അവരുടെ വരുമാനം തുടങ്ങിയ കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കി അവനവൻ്റെ ആഗ്രഹങ്ങളൊന്ന് നിജപ്പെടുത്തി ഒന്ന് പരിമിതപ്പെടുത്തിയാൽ ഈ പരാതിയെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. അത് നമുക്ക് എന്തുണ്ടോ ആ ഉള്ളതിൽ തൃപ്തി, അതിനുവേണ്ടി ഒരു നന്ദി, ഇതൊക്കെ ഉണ്ടെങ്കിൽ പരാതി തീർച്ചയായിട്ടും അസ്തമിക്കുന്നതാണ്. ഇനി കുറ്റപ്പെടുത്തലിൻ്റെ കാര്യം ആലോചിച്ച് നോക്കൂ. നമ്മൾ പലപ്പോഴും കുറ്റപ്പെടുത്തുമ്പോൾ യഥാർത്ഥത്തിൽ ആർക്കാണ് അനുഭവപ്പെടുന്നത്? ദോഷമായ അനുഭവം ഉണ്ടാകുന്നത് കുറ്റപ്പെടുത്തുന്ന ആൾക്ക് തന്നെയാണ്. ഒരു തീക്കട്ട കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരാളെ എറിയാൻ നമ്മൾ ശ്രമിക്കാമെന്നിരിക്കട്ടെ, ആർക്കായിരിക്കും ആദ്യം പൊള്ളുക? തീക്കട്ട കയ്യിൽ ഏന്തിയ ഒരാൾ. അപ്പോൾ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മുടെ വൈകാരികവും മാനസികവുമായിട്ടുള്ള അവസ്ഥയ്ക്കാണ് ഭംഗം സംഭവിക്കുന്നത്. നമ്മുടെ പ്രഷറാണ് കൂടുന്നത് അല്ലേ? മുൻപോട്ട് പോകുന്ന ആൾക്ക് 2 ചോയ്സ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ ആ ഏറ് കൊള്ളാതെ ഒഴിഞ്ഞു മാറുക, അല്ലെങ്കിൽ ചിലപ്പോൾ കൊണ്ടു എന്നും ഇരിക്കാം. അപ്പോൾ തീക്കട്ട പിടിച്ച് മറ്റൊരാളുടെ പിറകെ ഓടുന്നത് പോലെയുള്ള അനുഭവമാണ് കുറ്റപ്പെടുത്തലുകൾ. കഴിയുന്നതും അത് ഒഴിവാക്കുക. എന്നാൽ തീർത്തും ഒഴിവാക്കണമെന്നുമല്ല.
കുറ്റപ്പെടുത്തേണ്ട കാര്യങ്ങൾ കുറ്റപ്പെടുത്തുക തന്നെ വേണം. അത് അതിൻ്റെ സാഹചര്യം അനുസരിച്ച്. കാരണമില്ലാതെ കുറ്റപ്പെടുത്തുന്നതാണ് ദോഷമായിട്ട് വരുന്നത്. എല്ലാവരും പറയും നിഷേധാത്മകമായ കാര്യങ്ങൾ, കുറ്റപ്പെടുത്തലോ കോപം തുടങ്ങിയ എല്ലാം നെഗറ്റീവാണ്, അതൊക്കെ ജീവിതത്തിൽ ഒഴിവാക്കേണ്ടത്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ അവ ഒഴിവാക്കേണ്ടതല്ല, അനവസരത്തിൽ പ്രയോഗിക്കുന്നതാണ് തെറ്റെന്ന് പറയുന്നത്. ചെറിയ കുട്ടികൾ എന്തെങ്കിലും കാര്യങ്ങൾ തെറ്റായിട്ട് ചെയ്താൽ അത് കുറ്റപ്പെടുത്തുക തന്നെ വേണം. അവർക്ക് തോന്നണം ഇതിന് കാരണം ഉണ്ടായിരുന്നു എന്ന്, അത്രമാത്രം. അതുപോലെ തന്നെയാണ് ഈ പ്രതികാര ചിന്തയും ഇതുപോലെയൊക്കെ തന്നെയാണ് ഉണ്ടാകുന്നത്. അതുപോലെ ഈ നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്തുമ്പോഴത്തേക്കും നമ്മളെ തന്നെയാണ് ആദ്യമായിട്ട് ബാധിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ആ സമയത്ത് നമ്മൾ പ്രയോഗിക്കുന്ന നാക്കിൻ്റെ പ്രയോഗം കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. നാക്കിൽ വരുന്ന വാക്കുകൾ അന്നേരത്ത് നമ്മുടെ വൈകാരികമായ അവസ്ഥയ്ക്കനുസരിച്ചിട്ട് വളരെയധികം നികൃഷ്ടമായിട്ട് വരും. നമ്മുടെ നാക്കെന്ന് പറയുന്നത് 2 തരത്തിലും പ്രയോഗിക്കാവുന്നതാണ്. ശ്രേഷ്ഠമായിട്ട് ഉപയോഗിക്കാം, നികൃഷ്ടമായിട്ടും ഉപയോഗിക്കാം. നാക്ക് ഉപയോഗിച്ചിട്ട് ഒരു സ്വാന്തനമാകാം, എന്തെങ്കിലും ഒരു പരിമിതി ഉണ്ടെങ്കിൽ, പരാതി ഉണ്ടെങ്കിൽ അതിനെ പറഞ്ഞ് ആശ്വസിപ്പിക്കാം, കാര്യങ്ങൾ മനസ്സിലാക്കാം. അതുപോലെ തന്നെ അവരെ ദേഷ്യപ്പെടുത്താനും അവരെ വേദനിപ്പിക്കാനുമായിട്ടും ഈ നാക്ക് ഉപയോഗിക്കാം. ഈ നാക്കിൻ്റെ 2 ഉപയോഗങ്ങളും പ്രത്യേകം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ഇനിയും നമ്മുടെ കുടുംബജീവിതത്തിന് തടസ്സമായിട്ട് വരുന്ന മറ്റൊരു വില്ലനാണ് ഡൈവോഴ്സ് അഥവാ വേർപിരിയൽ എന്ന് പറയുന്നത്. വളരെ വളരെ വേദനാജനകമായൊരു കാര്യമാണിത്. തീർച്ചയായിട്ടും നമുക്ക് ഇതിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടുള്ളത് അല്ല. അതായത് ഇതിൻ്റെയൊക്കെ തിക്തഫലം അനുഭവിക്കുന്നത് കുട്ടികളാണ് എന്നുള്ളതാണ്. ഒരു ഡൈവോഴ്സ് സംഭവിക്കുന്നത് കുട്ടികളുണ്ടായതിനു ശേഷമാണെങ്കിൽ അതിൻ്റെ ഫലത്തെക്കുറിച്ച് രക്ഷിതാക്കൾ ആലോചിക്കുന്നേയില്ല. ഇന്ന് വളരെ വിചിത്രമായി തോന്നുന്നു, തന്നേക്കാൾ പ്രായം കൂടിയ ആൺകുട്ടികളുമായിട്ട് ഒളിച്ചോടുന്ന അമ്മമാർ. എന്തിനാണ് ഇവരിങ്ങനെ പോകുന്നത്? തൻ്റെ ജീവിത പങ്കാളിയിൽ നിന്നും ലഭിക്കാത്തത് എന്തോ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്. അത് ശരിക്കും അക്കരപ്പച്ച തന്നെയാണ് അല്ലേ? എല്ലാ വ്യക്തികളിലും കുറവുകളും അതുപോലെ ഗുണങ്ങളും ഇതെല്ലാം സമ്മിശ്രമായിട്ടാണ് ഉണ്ടാകുന്നത്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പങ്കാളിയുമായിട്ടും പൊരുത്തപ്പെട്ടു പോകാനും പങ്കാളിയുടെ കഴിവിനെക്കുറിച്ചും അതിൻ്റെ മേന്മകളെക്കുറിച്ചും ഒക്കെ, പങ്കാളിയുടെ സ്പെഷ്യാലിറ്റി എന്തായിരിക്കാം, നമ്മുടെ പങ്കാളിയുടെ സ്പെഷ്യാലിറ്റി, ഒരു കുറവുണ്ടെങ്കിൽ വേറെ സ്ഥലത്ത് മറ്റ് മേന്മകളുണ്ടാവാം. ഇത് മനസ്സിലാക്കി പൊരുത്തപ്പെട്ടു പോയാൽ മാത്രമല്ലേ സാധിക്കുകയുള്ളൂ. കുട്ടികൾ ഉണ്ടായതിനു ശേഷമുള്ള വേർപിരിയൽ വളരെ വളരെ പരിതാപകരമായ ഒരു കാര്യം തന്നെയാണ്. അതൊരിക്കലും അനുവദിക്കാൻ പാടില്ല. നമ്മുടെ കുടുംബ ജീവിതത്തിൻ്റെ പവിത്രത നഷ്ടപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് അത്. അതിനാണ് ഞാൻ പറഞ്ഞത് ഒബ്സർവേഷൻ വേണമെന്നുള്ളത്. ഒരു ജീവിതത്തിൽ നമ്മുടെ ജീവിത പങ്കാളി എത്രമാത്രം സന്തുഷ്ടയാണ് അല്ലെങ്കിൽ സന്തുഷ്ടനാണ് എന്ന് നമ്മൾ നിരീക്ഷിച്ച് മനസ്സിലാക്കുകയും അത് പരസ്പരം ആശയവിനിമയം ചെയ്യുന്ന വേളയിൽ അത് പങ്കുവെക്കുകയും ചെയ്യണം. വേണ്ട തിരുത്തലുകൾ യഥാവിധി വരുത്തുകയും ചെയ്യേണ്ടതാണ്. നമുക്ക് ആലോചിക്കാം, ഈ രണ്ട് വ്യക്തികളും ചേരുന്നത് എങ്ങനെയാണ്? വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വളർന്നവരല്ലേ? രണ്ടുപേരുടെയും വൈകാരികമായും സാംസ്കാരികവുമായിട്ടുള്ള ശീലങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം വ്യത്യസ്തമായിരിക്കും. നമുക്ക് ഉദാഹരണത്തിന് ഒരു 2 ലോഹങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഒന്നില്ലെങ്കിൽ അതിനെ വിളക്കി ചേർക്കണം, അല്ലെങ്കിൽ സോൾഡർ ചെയ്ത് ചേർക്കണം. ഈ രണ്ടവസ്ഥയിലും അതിന് പൊള്ളു അല്ലേ? ഇതുപോലെ തന്നെയാണ് കുടുംബജീവിതത്തിൽ. അത് കുറച്ച് സഹിക്കേണ്ടതായിട്ട് വരും. ലോഹങ്ങൾ സഹിച്ചുകൊണ്ടാണ് അത് ഒന്നായി തീരുന്നത്. ഇതുപോലെ ഒരു സഹനം ആവശ്യമുണ്ട്. വ്യത്യസ്തമായ ഒരു സംസ്കാരമാണ് എൻ്റെ പങ്കാളിക്കുള്ളത് എന്ന് മനസ്സിലാക്കി കഴിയുന്നത്ര യോജിച്ചു പോകാൻ ഇവിടെ നമുക്കൊരു റേറ്റിംഗ് ഉപയോഗിക്കാം. എത്രമാത്രം പൊരുത്തം ഇതിനകത്ത് വരുന്നുണ്ട് എന്ന് നമുക്കൊരു റേറ്റിംഗ് ഉപയോഗിക്കാനാണ്. വ്യത്യസ്ത സാഹചര്യങ്ങളാണ് വരുന്നതെന്നുള്ളത് മനസ്സിലാക്കേണ്ടതുമാണ്. ഏത് 2 വസ്തുക്കൾ ചേർന്നാലും മൂന്നാമതൊരു പുതിയൊരു പ്രോഡക്റ്റ് ഉണ്ടാകുകയാണ് ചെയ്യുന്നത് അല്ലേ? ഈ അമ്മയും അല്ലെങ്കിൽ അച്ഛനും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും ഒന്നിച്ചു ചേരുമ്പോൾ ആ കുടുംബത്തിൽ പുതിയൊരു സംസ്കാരം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. നമുക്കതിന് സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ മനസ്സിലാക്കാം. ഒരു കെമിസ്ട്രിയിൽ വാട്ടർ H2O, വാട്ടർ എന്ന് പറയുന്നത് ഹൈഡ്രജനും ഓക്സിജനുമാണ്. ഹൈഡ്രജൻ്റെ സ്വഭാവമല്ല ഓക്സിജൻ്റെ സ്വഭാവം അല്ലേ? ഈ ഹൈഡ്രജനും ഓക്സിജനും വ്യത്യസ്തമായിട്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ സ്വഭാവത്തിൽ നിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ജലം ഉണ്ടാവുകയില്ല. അവ ചേർന്ന് ജലം ഉണ്ടാകുമ്പോൾ മൂന്നാമതൊരു പ്രോഡക്റ്റ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതുപോലെയാണ് നമ്മുടെ സോഡിയം ക്ലോറൈഡ്, ഉപ്പില്ലേ, NaCl എന്ന് പറയുന്ന ഉപ്പ്. സോഡിയം എന്ന് പറഞ്ഞാൽ വെള്ളത്തിലിട്ടാൽ പൊട്ടുന്ന ഒരു വസ്തുവാണ്. ക്ലോറിൻ എന്ന് പറയുമ്പോഴത്തേക്ക് അത് വിഷവാതകവുമാണ് അല്ലേ? രണ്ടും കൂടി ചേരുമ്പോഴത്തേക്ക് രുചികരമായൊരു പദാർത്ഥം ഉണ്ടാകും അല്ലേ? ഇതുപോലെ കുടുംബ ബന്ധങ്ങളിലും വ്യത്യസ്ത സാഹചര്യങ്ങളിൽ പെട്ടവരെ ഒരുമിച്ച് ചേർന്ന് പുതിയൊരു നല്ലൊരു സംസ്കാരം ഉണ്ടാകണം. ഈ സംസ്കാരം ആണ് കുട്ടികൾ അനുവർത്തിച്ചു വരുന്നു, ആർജിക്കുന്നതൊക്കെ. അതൊക്കെ നമ്മൾ മുൻ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇവിടെയും ഒബ്സർവേഷൻ തന്നെയാണ്. അപ്പോൾ ആ ബന്ധങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പിരമിഡിൽ ഒരു 10 സെഗ്മെൻറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലെ ആദ്യത്തെ 3-4 സ്റ്റെപ്പുകൾ ഒന്ന് റെഫർ ചെയ്യുന്നത് നന്നായിരിക്കും. അതിനെ ആവർത്തിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ നിരന്തരമായിട്ട് നാം ഓരോരുത്തരെ നിരീക്ഷിച്ച് അവരുടെ വ്യക്തിത്വ വികാസത്തെക്കുറിച്ചും സ്വഭാവങ്ങളെക്കുറിച്ചുമൊക്കെ മനസ്സിലാക്കണം.
എന്നാൽ നിരന്തരമായിട്ടുള്ള പീഡനമാണെങ്കിൽ സഹിച്ചു പോകണമെന്ന് ഞാൻ പറയുന്നില്ല. അത് തീർച്ചയായിട്ടും നിയമപരമായ നടപടികൾ എടുക്കേണ്ടതാണ്. ഇനിയും ഉണ്ട് ചില കാര്യങ്ങൾ. ഒന്ന്, കണക്ക് പറച്ചിലും പ്രതികാര മനോഭാവം, അഭിപ്രായ വ്യത്യാസവും തർക്കമൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കാണ് കൂടുതൽ ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. കണക്ക് പറയുക അങ്ങനെ. പ്രത്യേകിച്ച് അമ്മമാരുടെ ഒരു ഡയലോഗാണ്, ഞാൻ എത്ര നാൾ നിന്നെ 10 മാസം ഞാൻ നിന്നെ ചുമന്നതല്ലേടാ എന്ന് പറഞ്ഞൊരു വാചകമുണ്ട്. അത് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ടല്ലേ. ഇത് കേൾക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് കലിപ്പുണ്ടാവും. ഈ 10 മാസം ചുമക്കാൻ ഞാൻ അമ്മയോട് പറഞ്ഞു എന്നായിരിക്കും മറുപടി. അപ്പോൾ അവിടെ നാവ് അടങ്ങിപ്പോവുകയേ ചെയ്യുള്ളൂ. 10 മാസത്തിൻ്റെ കണക്ക് ഒരു കാരണവശാലും കുട്ടികളോട് പറയാൻ പാടില്ല. അത് നമ്മുടെ മാതൃത്വത്തിൻ്റെ ധർമ്മമായിട്ട് കണക്കാക്കണം. ഭാര്യ ഭർത്താവിനോട് ഇതുപോലെ പറയാറുണ്ട്, ഞാൻ നിങ്ങൾക്ക് എത്രമാത്രം ഭക്ഷണം വെച്ചു, നിങ്ങളുടെ ഡ്രസ്സ് അലക്കി, നിങ്ങൾക്ക് വേണ്ടി അതെല്ലാം കാര്യങ്ങൾ ചെയ്തു, എന്നിട്ട് എന്നോട് ഇങ്ങനെയാണോ പറയുന്നത്? ഇത്തരം ഒരു കണക്ക് പറച്ചിൽ പറയുമ്പോൾ തീർച്ചയായിട്ടും ഭർത്താവ് ഇതുപോലെ തന്നെ വരും. നിനക്ക് ആവശ്യമുള്ള എല്ലാ വസ്തുക്കളും ഞാൻ വാങ്ങിച്ചു തരുന്നില്ലേ, വീട്ടിലെ ആവശ്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ നിനക്ക് വേണ്ട ഡ്രസ്സുകൾ ഇതെല്ലാം ഞാൻ തന്നെ ചെയ്തു തരുന്നില്ലേ, പിന്നെ എന്താണ് നീ ഇന്നിങ്ങനെ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ നമ്മളിൽ നിശ്ചിതമായിരിക്കുന്ന കടമകളും ഉത്തരവാദിത്വമാണെന്നുള്ള വസ്തുത മറന്നു പോവുകയാണ് ചെയ്യുന്നത്. അത് പാടില്ല. ഇത്തരം കണക്ക് പറച്ചിലുകൾ നമ്മുടെ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കാൻ മാത്രമേ സഹായിക്കുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമുക്ക് അതുപോലെ പ്രതികാരമാണെങ്കിലോ, പണ്ട് നിങ്ങൾ എന്നോട് അങ്ങനെ പെരുമാറിയില്ലേ, പിന്നെ ഞാനിപ്പോൾ ഇങ്ങനെ പെരുമാറുന്നത് എന്തിനാണ് എന്നോട് ചോദിക്കുന്നത്? ഇത്തരത്തിലൊരു പ്രതികാര ബുദ്ധി, കുത്തിയുള്ള സംഭാഷണങ്ങൾ, ഇതെല്ലാം പ്രതികാര ബുദ്ധി എന്നാണ് പറയുന്നത്. ഇതും ജീവിതത്തിൽ ഒഴിവാക്കേണ്ടതാണ്. ഒരു കാരണവശാലും ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ ആവർത്തിക്കാനേ പാടില്ല. ഇതൊക്കെ നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ ഒഴിവാക്കാവുന്ന കാര്യം. ഒരുപാട് ആശയങ്ങളൊന്നും അല്ല, വളരെ നിസ്സാരമായ കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്നിരിക്കലും ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. ഇനിയുമുണ്ട് ചില വല്യന്മാർ. നമുക്ക് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടികളെ ശരിയായ രീതിയിൽ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കുന്നില്ല. അതായത് തെറ്റായ ഒരു പേരൻറ്റിങ് ഇന്ന് വരുന്നുണ്ട്. പേരൻറ്റിങ്ങിനെ കുറിച്ച് ഒരുപാട് ക്ലാസ്സുകളൊക്കെ ഇതിൽ തന്നെ ഉണ്ടായിരുന്നതാണ് എൻ്റെ ഒരു അറിവ്. അതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോസുകളൊക്കെ നമ്മൾ വരുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയുന്നില്ല. പലതരത്തിലുള്ള 4 തരത്തിലുള്ള പേരൻറ്റിങ് ഉണ്ട്. ആ പേരൻറ്റിങ്ങിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ നമുക്ക് മറ്റൊരു അവസരത്തിൽ സംസാരിക്കാം. തെറ്റായ പേരൻറ്റിങ് വരുന്നതിന് പ്രധാനപ്പെട്ട കാരണം കുട്ടികളുടെ വളർച്ചയുടെ ഘട്ടത്തിൽ മാതാപിതാക്കളും കുട്ടികളോടൊപ്പം വളരുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കൗമാരപ്രായയുടെ ഇടയിൽ അവരുടെ സംഭാഷണ ശൈലികൾ, വൈകാരികമായ ഒരു വിക്ഷുബ്ധ അവസ്ഥ, ഇതെല്ലാം മനസ്സിലാക്കണം. കുട്ടികളുടെ കാര്യത്തിൽ മാതാപിതാക്കൾ വിഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. ആഗ്രഹങ്ങൾ, പ്രതീക്ഷകൾ ഇതൊന്നും വയ്ക്കാൻ പാടില്ല. അച്ഛൻ പറയും, ഞാൻ എൻ്റെ മകനെ ഡോക്ടറാക്കാൻ പോവാണ്, അല്ലെങ്കിൽ എഞ്ചിനീയർ ആക്കാൻ പോവാണ്. ഉടനെ അമ്മ പറയും, അതൊന്നും വേണ്ട, അവനെ അധ്യാപകനാക്കിയാൽ മതി, അല്ലെങ്കിൽ അവളെ അധ്യാപികയാക്കിയാൽ മതി. ഇത്തരത്തിൽ കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് സ്വതന്ത്രമായിട്ട് ഒരു അഭിപ്രായ രൂപീകരണം ഉണ്ടാവേണ്ടതാണ്. അത് കുട്ടികളുടെ അഭിരുചി, അവരുടെ ഭാവന, അവരുടെ കഴിവ് എന്നിവയെ ആശ്രയിച്ച് മാത്രമേ ആയിരിക്കുള്ളൂ. തെറ്റായ പേരൻറ്റിങ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെ ആണ്. ദാമ്പത്യത്തിൻ്റെ പ്രശ്നത്തിൽ പെട്ടിരിക്കുന്ന പലർക്കും ഇതിനൊന്നും നേരം കിട്ടില്ല. അവരുടെ ജീവിതം തന്നെ കുഴഞ്ഞു പറഞ്ഞു കിടക്കുക. ഭാര്യയും ഭർത്താവും തമ്മിൽ മിക്കവാറും വഴക്കുകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ആയിട്ട് എടുക്കുമ്പോൾ കുട്ടികളുടെ കാര്യം ശ്രദ്ധിക്കാതെ വരുന്നു. അതുപോലെ ഭാര്യയോ ഭർത്താവോ വിദേശത്താണെങ്കിലും ശരിയായ പേരൻറ്റിങ് നടക്കില്ല. ശരിയായ പേരൻറ്റിങ് മാതാപിതാക്കളുടെ കീഴിൽ മാത്രമേ നന്നായിട്ട് അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ നടക്കുകയുള്ളൂ. നമ്മൾ കുട്ടികളെ ആരെങ്കിലുമൊക്കെ ഏൽപ്പിച്ചു പോയി കഴിഞ്ഞാൽ ആ കുട്ടികളുടെ മാനസികവും ശാരീരികമായിട്ടുള്ള വളർച്ച വികലമായി പോകുന്നതാണ്. അതിന് മുതിർന്നവർ അതിന് വേണ്ട സ്റ്റെപ്പുകൾ എടുക്കണം. നമുക്ക് സാമ്പത്തികം വേണം, വേണ്ടാന്നല്ല, അതിനുവേണ്ടി അധ്വാനിക്കേണ്ടി വരും, ഫോറിനിൽ പോകേണ്ടതായ സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാകും. എന്നിരിക്കലും കുട്ടികളുടെ മാനസികവും ശാരീരികമായ വളർച്ചയിൽ അതായത് ശരിയായ പേരൻറ്റിങ്ങിൽ രക്ഷിതാക്കൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇന്ന് കാണുന്ന നമ്മൾ മാധ്യമങ്ങളിൽ കാണുന്ന പലതരത്തിലുള്ള വൈരൂപ്യങ്ങളും അക്രമ സ്വഭാവങ്ങളും ലഹരിക്കടിമപ്പെടലും തുടങ്ങിയവ ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതാണ് പേരൻറ്റിങ്. പേരൻറ്റിങ്ങിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടന്നിട്ടില്ല, നമ്മൾ ലഘുവായിട്ട് അതൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. മറ്റൊന്ന് അവിശ്വാസമാണ്. അവിശ്വാസവും പരാഗമന തൃഷ്ണയും, ഇത് നമ്മൾ നേരത്തെ സ്പർശിച്ചു പോയിട്ടുള്ളതാണ്. അവിശ്വാസം വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കില്ല. അവിടെ തർക്കം, സംശയം എന്നിവയെല്ലാം വന്ന് വളരെ ബുദ്ധിമുട്ടായിട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. നമ്മുടെ സ്വന്തം ജീവിത പങ്കാളിയെ വിട്ടിട്ട് രഹസ്യമായിട്ട് മറ്റൊരു പങ്കാളിയോടൊപ്പം ജീവിക്കുക, അല്ലെങ്കിൽ ഒളിപ്പിച്ചു വയ്ക്കുക, അവരുമായിട്ട് രഹസ്യമായി സംഗമിക്കുക, ഇതെല്ലാം നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ പവിത്രതയെ ഹനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വില്ലനാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഇതിന് രണ്ടുപേരും ഉത്തരവാദികളാണ്. മാതാവും അതെ, പിതാവും അതെ. ഇതെല്ലാം കുട്ടികൾ ഉണ്ടായതിനു ശേഷമാണെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. വളരെ പരിതാപകരമായ ഒരു അവസ്ഥ തന്നെയാണ് ഇത് ഉണ്ടാകുന്നത്. അന്ധമായൊരു വിശ്വാസമാണ് മറ്റു പങ്കാളിയിൽ നിന്നും എനിക്ക് എൻ്റെ സ്വന്തം പങ്കാളിയിൽ നിന്ന് കിട്ടാത്തതെല്ലാം കിട്ടുമെന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു, അതെല്ലാം അക്കരപ്പച്ചയാണ്. ഒരു കാരണവശാലും കിട്ടില്ല. ഒരാൾക്കുള്ള ഗുണങ്ങളായിരിക്കില്ല മറ്റുള്ളവരിൽ ഉണ്ടാകുന്നത്, അവരുടെ ദോഷങ്ങളായിരിക്കില്ല
നമ്മൾ ഇപ്പോൾ നിലവിലുള്ള പങ്കാളിക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിനൊക്കെ വളരെ ശ്രദ്ധയോടെ വീക്ഷിച്ചാൽ മനസ്സിലാവും ഏതേതെല്ലാം ഭാഗങ്ങളിൽ വീഴ്ച ഉണ്ടാകുന്നു, എവിടെയെല്ലാം തളർച്ച ഉണ്ടാകുന്നു, നമുക്ക് എവിടെയെല്ലാം ഇതിനെ പോസിറ്റീവായിട്ട് കൊണ്ടുപോകാം എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മറ്റൊരു കാര്യമാണ് ഈ വിവാഹം കഴിഞ്ഞിട്ടും മാതാപിതാക്കളോട് അമിതമായ സ്നേഹം, ഇഷ്ടം, ഒട്ടൽ എന്നിവയൊക്കെ കാണിക്കുന്നത്. അതൊരിക്കലും അനുവദിക്കാവുന്നതല്ല. ഇന്നത്തെ കാലഘട്ടങ്ങളിൽ പുരുഷന്മാർ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പ്രായമുള്ള മാതാപിതാക്കളെ കൂടുതലായിട്ട് ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ്. പക്ഷെ അപൂർവമായിട്ടെങ്കിലും ചില വ്യക്തികളെ സ്വന്തം മാതാപിതാക്കളെ വളരെയേറെ ശ്രദ്ധിക്കുന്നവരുണ്ട്. മാതാപിതാക്കൾ വയസ്സായി, ഈ മാതാപിതാക്കളാണ് എന്നെ ഇതുവരെ ഈ ഒരു തലത്തിൽ എത്തിച്ചത്, എനിക്ക് ഒരു ജോലി ഉണ്ടാക്കിയത്, അതുപോലെ എന്നെ വളർത്തിയതെല്ലാം അവരാണ്, എനിക്ക് അവരെ വിട്ടിട്ട് മറ്റൊരു ജീവിതമില്ല. അത് ശരി തന്നെയാണ്, നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഭാര്യയ്ക്ക് വേണ്ടതായ പരിഗണന കൊടുത്തില്ല എങ്കിൽ എന്തായിരിക്കും ഫലമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഞങ്ങളുടെ ട്രെയിനിങ് കാലഘട്ടത്തിൽ ഇത് ഒരു 10-13 കൗൺസിലിംഗ് സെക്ഷനിൽ ഞങ്ങളുണ്ടായിരുന്നു സൗജന്യമായിട്ട്, നമ്മുടെ ഒരു എക്സാമിനേഷൻ്റെ ഭാഗമായിട്ട്. അതിലൊരു പ്രധാനപ്പെട്ട കേസ് ഇതായിരുന്നു. ഒരു 65-70 വയസ്സുള്ള മാതാപിതാക്കളാണ്. ആ വ്യക്തി നല്ല സുമുഖനുമാണ്, സുന്ദരനുമാണ്, കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനൊക്കെ മിടുക്കനാണ്, സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഇതാണ്, വലിയ ന്യൂനതകളൊന്നും പറയാറില്ല, എബോവ് ആവറേജ് ആയിട്ടുള്ള ഒരു ഗൃഹനാഥനാണ്. ഇദ്ദേഹത്തിന് വീട്ടിൽ വന്നാൽ ആദ്യമേ അച്ഛനെയും അമ്മയും വിളിച്ചിട്ട്, അച്ഛൻ മരുന്ന് കഴിച്ചോ, അമ്മയും മരുന്ന് കഴിച്ചോ, ഭക്ഷണം കഴിച്ചോ, നന്നായിട്ട് ഉറങ്ങിയോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് പറഞ്ഞ് അച്ഛനും അമ്മയുടെയും കൂടെ കുറേ സമയം ചിലവഴിക്കും. അവരുടെ സുഖദുഃഖങ്ങളും അവരുടെ പോരായ്മകളൊക്കെ അന്വേഷിക്കും. വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ നമ്മുടെ കൂടെ ജീവിക്കുന്ന മറ്റൊരു പങ്കാളിയുണ്ട് എന്നൊരു കാര്യം അദ്ദേഹം മറന്നുപോയി. 2 വയസ്സുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കേസ് എനിക്കൊരു വല്ലാത്ത പരാജയമായി തീർന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പല കാര്യങ്ങളും അദ്ദേഹത്തോട് പറഞ്ഞു. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ രക്ഷിതാക്കൾ എത്ര കാലം ഉണ്ടാവും, നിങ്ങളുടെ കൂടെയുള്ള ജീവിത പങ്കാളി നിങ്ങളുടെ കൂടെ എത്ര കാലം ഉണ്ടാവും, അത് നിങ്ങളൊന്ന് അസസ് ചെയ്യണം. താങ്കൾ മനസ്സിലാക്കേണ്ടത് ഒരു 10-25 വർഷമോ അല്ലെങ്കിൽ 26 വയസ്സ് കഴിഞ്ഞിട്ടായിരിക്കാം നിങ്ങൾ പങ്കാളിയെ കണ്ടെത്തിയത്. ഈ പങ്കാളി ജീവിതത്തിൻ്റെ അവസാന ഘട്ടം വരെ നിങ്ങളോടൊപ്പം ഉണ്ടാകുന്ന ആൾക്കാരാണ്. എന്നാൽ മാതാപിതാക്കൾ അത്ര കാലം ഉണ്ടാവില്ല. മാതാപിതാക്കളെ അവഗണിക്കുക എന്നല്ല, ഭാര്യയ്ക്ക് കൂടെ അതിൻ്റെതായ സ്ഥാനം കൊടുക്കണം. മാതാപിതാക്കളെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ പങ്കാളിയുടെ സുഖദുഃഖങ്ങളും അവരുടെ പോരായ്മകളും പരിഹരിച്ചു കൊണ്ടുപോയില്ലെങ്കിൽ അത് ദുരന്തത്തിലായിരിക്കും പോവുക എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു. അദ്ദേഹം അവസാനം പറഞ്ഞത് എന്താണെന്നറിയാമോ? സാറേ, സാറിന് അങ്ങനെയൊക്കെ പറയാം, എൻ്റെ മാതാപിതാക്കൾ വളരെ കഷ്ടപ്പെട്ടാണ്, ദാരിദ്ര്യത്തിലാണ് വളർന്നത്. അവരുടെ ഒരു അധ്വാനത്തിൻ്റെ ഫലമാണ് ഞാൻ ഇന്ന് അനുഭവിക്കുന്നതില്ല. എനിക്ക് അവരെ വിട്ടിട്ട് യാതൊരു ബന്ധവും ആവശ്യമില്ല, ഒരാഗ്രഹവുമില്ല. പിന്നെ ആ കേസ് വിട്ടുകളയാണ് ചെയ്തത്. കാരണം നിർവാഹമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരുവൻ മാറാൻ താല്പര്യമില്ല, അവനവന് ഒരു സാധ്യത, അങ്ങനെ മാറണമെന്നുള്ള യാതൊരു ആഗ്രഹവുമില്ലാത്തൊരു വ്യക്തി നമുക്ക് മാറ്റാൻ സാധ്യമല്ല. മനഃപൂർവ്വം അങ്ങനെയാണെങ്കിൽ പിന്നെ വിട്ടുകൊടുക്കാൻ മാത്രമേ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി വേറെ ചില സാഹചര്യങ്ങളും വരാം. ശാരീരികവും മാനസികവുമായിട്ടുള്ള പീഡനങ്ങൾ കുടുംബത്തിൽ വന്നാൽ അതും വലിയ ബുദ്ധിമുട്ടാണ്. ശാരീരിക പീഡനത്തെക്കുറിച്ച് നമുക്കറിയാം, മാനസികമായിട്ടും പീഡനങ്ങളുണ്ടാകും. അതായത് കുത്തിയുള്ള ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് വേദനിപ്പിക്കുക, തരം താഴ്ത്തി സംസാരിക്കുക. ഇതൊരു സൈസ് നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റിയാണ്, NPD എന്ന് പറയും, നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഇത് പലർക്കും ഉണ്ടാകും. അത് ഏറിയും കുറഞ്ഞു വരികയും അത് വളരെ അധികരിച്ചാൽ, അതായത് നമ്മുടെ ഈ ആധികാരിക മനോഭാവം വർദ്ധിക്കുന്നതാണ്. ഒരു ആത്മാരാധന, ഞാനും എൻ്റെ കാര്യങ്ങളും എൻ്റെ ആശയങ്ങളും മാത്രം ശരി, ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന് പറഞ്ഞ് അത് അംഗീകരിച്ചില്ലെങ്കിൽ ശാരീരികമോ മാനസികവുമായിട്ട് പീഡിപ്പിക്കുന്ന ഒരു അവസ്ഥ. ഇതൊരിക്കലും അനുവദനീയമല്ല. ഇത്തരം ആൾക്കാരുടെ കൂടെ ഒരു സ്പൗസായിട്ട്, ജീവിത പങ്കാളിയായിട്ട് വന്നാൽ അവരുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടായി തീരുന്നതാണ്. വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയായിരിക്കും. അവർ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അത് അംഗീകരിച്ചു തരില്ല. അതിനെ ന്യായീകരിക്കാൻ വേണ്ട പല കാര്യങ്ങളും അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവരുടെ ജീവിതം തീർച്ചയായിട്ടും ആ കുടുംബം ഒരു കഷ്ടതരത്തിലേക്കാണ് സാധിക്കേണ്ടത്. ഇത് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പങ്കാളി നാർസിസിസ്റ്റ് മനോഭാവം ഉള്ളവളാണെങ്കിൽ അല്ലെങ്കിൽ ഉള്ളവനാണെങ്കിൽ അവനവൻ സ്വന്തം കാലിൽ നിൽക്കുക, നമ്മുടെ മൂല്യത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. നമുക്ക് എന്തെങ്കിലും ഒരു സ്വന്തം കാലിൽ നിൽക്കാണ്ട് വരുമാനമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ആരെയും ആശ്രയിക്കാതെ കഴിയാൻ സാധിക്കുമെങ്കിൽ അതായിരിക്കാം നല്ലത്. ഈ നാർസിസിസ്റ്റ് മനോഭാവമുള്ള ഒരാളെ ആശ്രയിച്ച് കഴിയാൻ പറഞ്ഞാൽ വളരെ ദുഷ്കരമായ കാര്യങ്ങളാണ്. നമുക്ക് വിട്ടുപോകാനും പറ്റില്ല, ചേർന്ന് പോകാനും സാധിക്കില്ല. അങ്ങനെ ഒരു അവസ്ഥയുണ്ടാവും. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതിൻ്റെ അകത്ത് തീരെ നിവൃത്തിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡൈവോഴ്സ് തന്നെ വേണം. നമ്മൾ നേരത്തെ പറഞ്ഞു. കാരണം അത്ര സഹിക്കേണ്ട കാര്യമില്ല. പലതരത്തിലുള്ള ഒരു സമീപനങ്ങളും സ്നേഹവും ക്ഷമയും മൗനവും ഇതെല്ലാം നമ്മൾ പ്രയോഗിച്ചിട്ടും രക്ഷയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ വിട്ടുകളയുക തന്നെയാണ്. വേറെ മറ്റു മാർഗങ്ങളില്ല. അതാണ്. ഇനി നമ്മുടെ കുടുംബത്തിൽ നമ്മളെ തകർക്കുന്ന മറ്റൊരു കാര്യമാണ് അപ്രതീക്ഷിതമായിട്ട് വരുന്ന ചില രോഗാവസ്ഥ. അതിനെക്കുറിച്ച് ആദ്യത്തെ എപ്പിസോഡിൽ കുറച്ച് വിശദമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു.
ശാരീരികവും മാനസികമായിട്ടുള്ള രോഗങ്ങൾ കുടുംബത്തിൽ വന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ വല്ലാത്ത ഒരു ദുസ്ഥിതിയായിരിക്കും ഉണ്ടാവുക. അതിനെ തരണം ചെയ്യുക വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചുള്ള അറിവുണ്ടായിരിക്കണം. ജീവിതത്തിൽ നമ്മളൊരു 5 കാര്യങ്ങൾ 5 P's എന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ എപ്പിസോഡിൽ എനിക്ക് തോന്നുന്നു 1017 എപ്പിസോഡെന്ന് തോന്നുന്നു. അതിൽ ഒന്ന് നോക്കിയാൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഉണ്ടാവുക. നമുക്കിനി രോഗത്തെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അതിനെക്കുറിച്ച് ഒരുവിധം ധാരണയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ കുടുംബജീവിതത്തിലേക്ക് മാതാപിതാക്കളും ബന്ധുക്കളും ഒക്കെ ഇടപെട്ടുള്ള ഒരു രീതി. എന്തെങ്കിലും ഒരു പ്രശ്നം തീർച്ചയായിട്ടും കുടുംബത്തിലും ഉണ്ടാവാം. പ്രശ്നങ്ങളില്ലാത്ത കുടുംബങ്ങളില്ല. അതിലെ മാതാപിതാക്കൾ, അവരവരുടെ ബന്ധുക്കൾ, ഇവരെല്ലാം കൂടി ചേർന്നിട്ട് അതിനെ ചർച്ച വയ്ക്കുക, അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് അവരുടേതായ ചില അഭിപ്രായങ്ങളുണ്ടാകും. അത് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഇതായിരിക്കാൻ നല്ലതെന്ന് അഭിപ്രായങ്ങൾ വരും. അപ്പോൾ നമുക്ക് സ്വയം ഒരു തീരുമാനം എടുക്കാൻ സാധിക്കാതെ വളരെ സങ്കീർണമായ അവസ്ഥയിൽ എത്തും. എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസങ്ങളോ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കല്ലുകടിയോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് സ്വസ്ഥമായിട്ട് ഇരു വീട്ടിലും ഒരുമിച്ചിരുന്ന് തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം മാത്രമേ ബന്ധുക്കളെ ഇതിലേക്ക് ക്ഷണിക്കാവുള്ളൂ. അല്ലെങ്കിൽ ബന്ധുക്കൾ വന്ന് ഇത് സംസാരിച്ചാകെ കുളമാക്കും. അതുപോലെ സുഹൃത്തുക്കളും അതെ, അഭ്യുതകാംക്ഷികളാണെന്നുള്ള ഭാവേനയായിരിക്കും വരുന്നത്. പക്ഷേ അവർക്ക് അതിൻ്റെ യഥാർത്ഥ വശങ്ങളെ മനസ്സിലാക്കാനും നമ്മളെ ബോധ്യപ്പെടുത്താനും ഒരു സജഷൻ പറയാനും സാധിക്കില്ല. അവർക്ക് അവർക്ക് തോന്നുന്നതായ കാര്യങ്ങൾ പറയുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ യാതൊരു ഗുണവും ഉണ്ടാവുകയില്ല. ഇപ്പോൾ മാതാപിതാക്കളായിക്കോട്ടെ, ബന്ധുക്കളായിക്കോട്ടെ, സുഹൃത്തുക്കളായിക്കോട്ടെ, അനാവശ്യമായി നമ്മുടെ കുടുംബജീവിതത്തിലേക്ക് എത്തി നോക്കാൻ അനുവദിക്കരുത്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പം അത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കാണാറുള്ള ഒരു സംഭവം തന്നെയാണ്. സ്വസ്ഥമായിട്ടും സ്വയം പരിഹരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ വല്ല കൗൺസിലിങ്ങോ അതുപോലെ കാര്യങ്ങളൊക്കെ നമുക്ക് ആശ്രയിക്കാവുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞൊരു മറ്റൊരു കാര്യമാണ് പൊരുത്തപ്പെടലിൻ്റെ കാര്യം. പൊരുത്തപ്പെടലിൻ്റെ സ്റ്റേജുകളെക്കുറിച്ച് എല്ലാവർക്കും അറിയാം എന്ന് വിചാരിക്കട്ടെ. ആദ്യമേ ഒബ്സർവേഷനാണ്. അത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്തിട്ട് വേണം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. അക്സെപ്റ്റൻസും അണ്ടർസ്റ്റാൻഡിങ്ങും തമ്മിലുള്ള ചില വ്യത്യാസങ്ങളുണ്ട്. അത് മുൻ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് ഓർമ്മിക്കേണ്ടതാണ്. ഈ പൊരുത്തമില്ലായ്മ എന്ന് പറയുമ്പോൾ ഞാൻ വേറൊരു ആംഗിളിൽ കൂടിയാണ് സംസാരിക്കുന്നത്. പലതരത്തിലുള്ള പൊരുത്തങ്ങളുണ്ട്. ഒന്നാമത്തേത് ഭാഷാപൊരുത്തമാണ്. ഭാഷാപൊരുത്തം എന്ന് പറയുമ്പോൾ രണ്ട് കൂട്ടരും, അതായത് ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ മക്കളും അച്ഛനും അമ്മയും എല്ലാവരും മലയാളം തന്നെയാണ് സംസാരിക്കുന്നത്. പക്ഷേ എന്താണ് സംസാരിക്കുന്നതെന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാകുന്നില്ല. അല്ലെങ്കിൽ ഉള്ളിലേക്ക് എടുക്കുന്നത് വ്യത്യസ്തമായ ഒരു രീതിയിലായിരിക്കാം. ഉദാഹരണത്തിന് ഭാര്യ എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾ പറഞ്ഞത് ഇന്നതാണ്. അതുപോലെ ഭർത്താവ് ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് ഭാര്യ പറയും നിങ്ങൾ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല എന്ന്. മക്കൾ അച്ഛനോട് ചോദിക്കും അച്ഛൻ എന്താണ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ വെളിയിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ച് കൊണ്ടുവരാനായിട്ട് പറഞ്ഞു വിടും. ചെന്ന് പോകുമ്പോൾ ഒരുപക്ഷെ അത് മറന്നെന്നിരിക്കും. അപ്പോൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഞാൻ ചോദിക്കും ഞാൻ പറഞ്ഞ കാര്യം എന്താ, അത് നീ എന്നോട് പറഞ്ഞായിരുന്നു ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള ഭാഷാപൊരുത്തങ്ങളുടെ വ്യത്യാസം ജീവിതത്തിൽ ഉണ്ടാവാം. അത് മനസ്സിലാക്കാനായിട്ട് ഓരോരുത്തരുടെ വ്യക്തിത്വം പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത് ആ ഉദ്ദേശിച്ച കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുവാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. അങ്ങനെ സാധിച്ചില്ലെങ്കിൽ ഇതുപോലത്തെ ചില കുഴപ്പങ്ങളാണ്. അത് പല തെറ്റിദ്ധാരണകൾക്കും വഴങ്ങുകയും ചെയ്യും. കുഞ്ഞു പ്രശ്നങ്ങളാണെങ്കിൽ കൂടി ഇത്തരം പ്രശ്നങ്ങൾ ആവർത്തിക്കുമ്പോൾ കുടുംബത്തിൽ ഒരു സങ്കീർണത ഉണ്ടാവുകയും ചെയ്യും. മറ്റൊന്നാണ് താല്പര്യപ്പൊരുത്തം. താല്പര്യപ്പൊരുത്തം എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോരുത്തർക്കും ഓരോരോ താല്പര്യമായിരിക്കുമല്ലോ. ഓരോ വ്യക്തികളും വ്യത്യസ്തരാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ചിലർക്ക് ഡാൻസിലായിരിക്കും കമ്മം, ചിലർക്ക് പടം വരയ്ക്കുന്നതായിരിക്കും, ചിലർക്ക് സ്വിമ്മിങ് ആയിരിക്കും, ചിലർക്ക് കാർ ഓടിക്കലായിരിക്കും, ചിലർക്ക് സ്റ്റിച്ചിങ് ആയിരിക്കും. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ താല്പര്യങ്ങൾ വെച്ച് പുലർത്തുമ്പോൾ കുടുംബജീവിതത്തിൽ പൊരുത്തമില്ലായ്മ ഉണ്ടാവും. അപ്പോൾ അവിടെയും നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് എൻ്റെ ജീവിത പങ്കാളിയുടെ താല്പര്യം എന്താണ്, അല്ലെങ്കിൽ എൻ്റെ കുട്ടികളുടെ താല്പര്യം എന്താണ്, രക്ഷിതാക്കളുടെ താല്പര്യം എന്താണ് എന്ന് കുട്ടികളും പരസ്പരം അറിഞ്ഞിരുന്നാൽ പരമാവധിയൊക്കെ യോജിച്ചു പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ പൊരുത്തത്തിൻ്റെ കാര്യത്തിൽ ഭാഷാപ്പൊരുത്തവും അതുപോലെ താല്പര്യപ്പൊരുത്തവും കൂടി ഒത്തുവരേണ്ടതാണ്. ഇനി മറ്റൊന്നാണ് സ്കില്ലിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്തെങ്കിലും ഒരു സ്കില്ലാത്ത ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ ഉണ്ടാവുകയില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് എന്ത് സ്കില്ലാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനോട് യോജിച്ചു പോകാൻ സാധിക്കുമോ? ചിലർക്ക് ചില സങ്കീർണമായ പ്രശ്നങ്ങൾ നിർദ്ധാരണം ചെയ്യുന്നതിൽ നല്ല സ്കില്ലായിരിക്കും. ചിലർക്ക് യാത്ര പോകുമ്പോഴത്തേക്ക് യാത്രകളിൽ അതിൻ്റെ പ്ലാനിങ്, മറ്റു കാര്യങ്ങൾ, വണ്ടിയുടെ അറേഞ്ച്മെൻറ്റ്, സാമ്പത്തിക കാര്യങ്ങൾ, ഇതൊക്കെ നല്ല സ്കില്ലായിട്ട് ചെയ്യും. ചിലർക്ക് അങ്ങനെയല്ല, ചില വീട്ടുകാര്യങ്ങളിൽ മാത്രമായിരിക്കും സ്കില്ലുണ്ടാവുക. ഏത് തരത്തിലാണെങ്കിലും ജീവിത പങ്കാളിയുടെ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജീവിക്കുന്ന നമ്മുടെ മക്കളായിക്കോട്ടെ മറ്റുള്ളവർ ആയിക്കോട്ടെ അവരുടെ എല്ലാം നിപുണത മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ വഞ്ചി വലിയ താളഭംഗമൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരം പൊരുത്തങ്ങൾ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പൊരുത്തമാണ് മനഃപ്രായ പൊരുത്തം. എന്താണ് ഈ മനഃപ്രായ പൊരുത്തം എന്ന് പറയുന്നത്? മനസ്സിൻ്റെ പ്രായവും
ശരീരത്തിൻ്റെ പ്രായവും തമ്മിലുള്ള അന്തരമുണ്ടാകും. മാനസിക വയസ്സും കാലിക വയസ്സും തമ്മിലുള്ള വ്യത്യാസം. ഇത് എല്ലായ്പ്പോഴും നമുക്ക് കാണുന്നതല്ല, എങ്കിലും ഇത് വളരെ പ്രൊജക്റ്റീവായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഒരു 40 വയസ്സുള്ള ഭർത്താവ്, ഈ 40 വയസ്സുള്ള ഭർത്താവ് അയാളുടെ പ്രവൃത്തിയും ചിന്തയൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഒരു 20 വയസ്സിൽ താഴെ തോന്നിക്കുള്ളൂ. ഒരു കാര്യങ്ങൾ പെട്ടെന്ന് ഒന്നും മനസ്സിലാവില്ല. ചിലപ്പോൾ ഒരുപക്ഷെ ഭാര്യ പറയുമായിരിക്കും ഇയാളൊരു മൊണ്ണയാണെന്ന് പറയുമായിരിക്കും. പക്ഷെ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ശാരീരിക വയസ്സിനനുസരിച്ച് മനസ്സ് വികസിക്കാത്തതാണ് കാരണം. അതിന് ബോധതലം അങ്ങനെയായിരിക്കും. അത് ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചൈൽഡ്ഹുഡിലുണ്ടാകുന്ന ട്രോമ അതായിരിക്കും, അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള പേരൻറ്റിങ്, ചെറുപ്പകാലത്തിൽ കിട്ടിയിട്ടുള്ള പേരൻറ്റിങ്ങിൻ്റെ ഫലമായിട്ട് ആവാം. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടതാണ്. ഭാര്യയ്ക്ക് ഇതുപോലെ സംഭവിക്കാം. ഭാര്യയ്ക്ക് 10, 30, 35 വയസ്സുണ്ടെങ്കിലും ചെറിയ കുട്ടികളുടെ സ്വഭാവമാണ്. 10, 12 വയസ്സുള്ള കുട്ടികൾ, ചെറിയ ചിരികൾ, കളികൾ, പൂമ്പാറ്റയുടെ പുറകെ പോവുക, അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ, നിസ്സാര കാര്യങ്ങൾക്ക് ഒരു ശിശുബോധം, നമ്മൾ ട്രാൻസാക്ഷൻ അനാലിസിസ് പറയുമ്പോഴത്തേക്ക് ഒരു ചൈൽഡ് എഫക്റ്റ്, ഒരു ചൈൽഡ് ഈഗോ സ്റ്റേറ്റിലൊക്കെ ആയിരിക്കും മുതിർന്നാൽ പോലും. പേരൻ്റിലാവേണ്ട സ്ഥാനത്ത് ചൈൽഡ് ഈഗോ സ്റ്റേറ്റിലൊക്കെ നിലനിൽക്കുക. അത് മോശമാണെന്നല്ല, പ്രകൃതിയിലെ പൂമ്പാറ്റകളെയോ അതുപോലെ പ്രകൃതിയിലെ ജീവജാലങ്ങളെ ആസ്വദിക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മളെ കടമ മറന്ന് അത് മാത്രമാകുമ്പോഴത്തേക്കാണ് അവിടെ പൊരുത്തക്കേട് ഉണ്ടാകുന്നത്. അത് യാതൊരു കാരണവശാലും നമുക്ക് ഒഴിവാക്കേണ്ടതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ മാനസിക വയസ്സും അതുപോലെ ശാരീരിക വയസ്സും ഒരുമിച്ച് പോകേണ്ടതും വളരെ ആവശ്യം തന്നെയാണ്. ഇനി മറ്റൊരു വസ്തുതയാണ് താരതമ്യം ചെയ്ത് സംഭാഷണം ചെയ്യുക എന്നുള്ളത്. അത് പലരുടെ ഒരു ദുസ്വഭാവമാണ്. വീട്ടിലെ ഒരാളെ മറ്റൊരു അയൽവക്കത്തോ അല്ലെങ്കിൽ ചുറ്റുപാടുള്ള ആരെയെങ്കിലും വെച്ചിട്ട് താരതമ്യം ചെയ്യുക. നിങ്ങൾ ആ ജോർജ് കുട്ടി ഒന്ന് നോക്കിക്കുക, അയാൾക്ക് എന്തെല്ലാം കഴിവുകളാണ് ഉള്ളത്, എത്രമാത്രം പണം സമ്പാദിച്ചു. ഈ ചെറിയ വരുമാനം കൊണ്ട് അയാളിപ്പോൾ എത്രമാത്രം കാറ് വാങ്ങിച്ചു, നല്ല വീട് വെച്ചു, മക്കളൊക്കെ എത്ര സുന്ദരമായിട്ടിരിക്കും, എന്തെല്ലാം ഡ്രസ്സുകളാണ്. ഇങ്ങനെ അവനവൻ്റെ ഭർത്താവിനോട് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? പുരുഷന്മാർക്ക് ഒരിക്കലും താരതമ്യം ചെയ്ത് സംഭാഷണം ചെയ്യുന്നത് ഒരിക്കലും ഇഷ്ടമല്ല. അത് സ്ത്രീകൾക്കും അങ്ങനെ തന്നെയാണ്. ഒരു കാരണവശാലും താരതമ്യം പാടില്ല. അതുപോലെ കുട്ടികളുടെ കാര്യത്തിലും ഇതുപോലെ തന്നെയാണ്. കുട്ടികളെയും താരതമ്യം ചെയ്യും. അവിടുത്തെ ബേബിയുടെ മോൻ ബാബുവിനെ കണ്ടിട്ടില്ലേ? ആ ബാബു എത്ര മാർക്കാണ് വാങ്ങിച്ചിരിക്കുന്നത്, അവന് സ്പോർട്സിലും നല്ല മിടുക്കനാണ്, പഠിക്കാനും നിന്നെക്കൊണ്ട് എന്തിനു കൊള്ളാം. ഇത്തരത്തിലൊക്കെ കുട്ടികളോട് സംഭാഷണം ചെയ്തു കഴിഞ്ഞാൽ അത് ചെറിയൊരു ചൈൽഡ്ഹുഡ് ട്രോമ തന്നെയാണ്. അവരുടെ സ്ട്രോങ് ബിലീഫായിട്ട് മാറും. എന്നെ കൊണ്ട് ഒന്നിനും കഴിയില്ല, ഞാനൊരു കഴിവില്ലാത്തവനാണ് എന്നൊരു ധാരണ കുട്ടികളിൽ വളർന്നു വരും. അതിനൊന്നും വഴിവെക്കേണ്ടതായ യാതൊരു ആവശ്യവുമില്ല. നമ്മൾ ഒരിക്കലും താരതമ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. കഴിവുകളെ കണ്ടെത്തുക. എത്ര ശതമാനം കഴിവുകളോട് നമുക്ക് യോജിച്ച് പോകാൻ സാധിക്കും. ഒരു 10, 15 ആയിരിക്കാം. എപ്പോഴും ഒരു ഔട്ട്സ്റ്റാൻഡിങ്ങോ അല്ലെങ്കിൽ എക്സലൻറ്റോ ഒരാളായിരിക്കണമെന്നില്ലല്ലോ. അപ്പോൾ അതിന് 5, 10% യോജിക്കാൻ സാധിക്കുകയുള്ളെങ്കിൽ അതിനെ അഭിനന്ദനത്തിലൂടെയും തോളി തട്ടി അവനെ അംഗീകരിച്ചും കൊണ്ടും അതിനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഭർത്താവിൻ്റെ കീഴിൽ ഇത് തന്നെയാണ്. പോരായ്മകളും പരിമിതികളിലേക്ക് നമ്മൾ നോക്കാതെ ഭർത്താവിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ് അദ്ദേഹത്തിൻ്റെ കഴിവ്, അത് കണ്ടെത്തുക. എന്തെങ്കിലും കഴിവില്ലാത്തവരുണ്ടാവുമോ? അപ്പോൾ അതുകൊണ്ട് ഒരുപക്ഷെ ഭർത്താവിന് യാത്രയുടെ കാര്യത്തിൽ നല്ല സ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ നല്ല സ്കില്ലുണ്ടായിരിക്കും, അതിനെ അഭിനന്ദിക്കുക. വീട്ടുകാര്യങ്ങൾ നോക്കുന്നതിന്, സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്തതിനൊക്കെ മിടുക്കുണ്ടാകാം. പക്ഷെ സ്നേഹപ്രകടനത്തിലോ അതുപോലെ മറ്റെന്തെങ്കിലും കാര്യത്തിലോ ഒക്കെ ഒരു വീക്ക്നെസ് ഉണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ അംഗീകരിക്കുക എന്നുള്ളതാണ്. ക്രമേണ അതിനെ മാറ്റിയെടുക്കുക. അല്ലാതെ താരതമ്യം ചെയ്ത് സംഭാഷണം ചെയ്യുന്നത് അത് ഒരിക്കലും അനഭിലഷണീയം അല്ല. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്തിരുന്നാൽ, ഈ അറിവുകളൊക്കെ നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബജീവിതം വളരെ മനോഹരമായി. ഓർക്കുക, നമ്മുടെ കുടുംബജീവിതത്തോളം മഹത്വപൂർണ്ണമായ യാതൊന്നുമില്ല. ഭാരതീയ കുടുംബ സങ്കല്പത്തിൽ ഭാര്യയും ഭർത്താവും ഒന്നായിട്ട് പോകുന്ന ഒരവസ്ഥ തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടതാണ്. അതിൻ്റെ സംസ്ഥതയ്ക്ക്, അതിൻ്റെ അന്യോന്യതയ്ക്ക്, അതുപോലെ എല്ലാ കാര്യങ്ങളിലും ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ട ഒരവസ്ഥ സംജാതമാക്കുവാനായിട്ട് രണ്ടുപേർക്കും ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടാകേണ്ടതാണ്. ഇനി മറ്റൊരു വശവും പറയാം. എല്ലാ കുടുംബങ്ങളും അങ്ങനെ വെൽനസ് ആവുമോ? ആകില്ല. തീർച്ചയായിട്ടും അതിന് ഇൽനെസ്സും കൂടി കടന്നു വന്നേക്കാം, സമ്മിശ്രവുമായിട്ടും വന്നിരുന്നിരിക്കും. ഇതിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കുടുംബജീവിതം നമുക്ക് തള്ളിക്കളയാവുന്ന ഒന്നല്ല. കാരണം വെച്ചാൽ കുടുംബജീവിതത്തിലെ കുട്ടികളെന്നുള്ള വസ്തുത പലപ്പോഴും മറന്നു പോകുന്നു. കുട്ടികളുള്ളപ്പോൾ തമ്മി വഴക്കിടുകയും അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുകയും ചെയ്യുമ്പോഴത്തേക്ക് ഈ കുട്ടികൾ മുതിർന്നു വരുമ്പോൾ പറയുന്നതാണ്, എനിക്ക് വിവാഹം വേണ്ട. പെൺകുട്ടികളാണ് കൂടുതലായിട്ട് ഇപ്പോൾ പറയാറുള്ളത്, എനിക്ക് വിവാഹം വേണ്ട. കാരണം എന്താണ്? നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ ഇങ്ങനെയാണെങ്കിൽ ഞാനും വിവാഹം ചെയ്താൽ എങ്ങനെയായിരിക്കും എന്നൊരു ചിന്ത അവരിലുണ്ടാകുന്നു. ഈ ഒരു ചിന്തയുടെ വിത്ത് എവിടെ നിന്നാണ് കിട്ടിയത്? തീർച്ചയായിട്ടും മാതാപിതാക്കളിൽ നിന്ന് തന്നെയായിരിക്കും. അപ്പം അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ കുട്ടികളുടെ മുമ്പിൽ ഉണ്ടാകാതിരിക്കാനായിട്ട് ബദ്ധശ്രദ്ധരായിരിക്കേണ്ടത് ആവശ്യം തന്നെ. വളരെ മനോഹരമായിട്ട്, വളരെ മാതൃകാപരമായിട്ട് കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. അതിൽ കുറേ കാര്യങ്ങളും ആശയങ്ങളുമാണ് നമ്മൾ പങ്കുവച്ചത്. ഒരു കാര്യം കൂടി പറയട്ടെ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം 100% ശരിയാണെന്ന് വിചാരിക്കരുത്. നമുക്കൊരു ഫിൽറ്ററിങ് ആവശ്യമുണ്ട്.
നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് ഇപ്പോൾ പറഞ്ഞ പല കാര്യങ്ങളിലെ ആശയങ്ങൾ എത്രമാത്രം നമുക്ക് ഉപകരിക്കാൻ പറ്റും അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്താൻ പറ്റും എന്നുള്ളൊരു തിരിച്ചറിവും കൂടി ആവശ്യമുണ്ട്. ഖണ്ഡിക്കേണ്ടതിനെ ഖണ്ഡിക്കാം, യോജിക്കേണ്ടതിനെ യോജിക്കുകയും ചെയ്യാം. എനിക്ക് തോന്നുന്നു ഒരു 80% അഭവം നമുക്ക് ഒരു സാധാരണ കുടുംബജീവിതം നന്നാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന കുറച്ച് ആശയങ്ങളാണ് ഇവിടെ നമ്മൾ പങ്കുവച്ചത്. ആശയങ്ങൾ അവനവൻ്റെ ജീവിതത്തിൽ എത്രമാത്രം കൊള്ളിക്കാൻ സാധിക്കും എന്ന് ചിന്തിച്ചാൽ നമ്മുടെ ഈ സ്ക്രീനിലുള്ളവർക്കെങ്കിലും അത് പകർത്താനായിട്ട് സാധിക്കും. ഈ സ്ക്രീനിന് വെളിയിലുള്ളവർ ഈ റെക്കോർഡിങ്സ് ഒക്കെ കേട്ടിട്ട് അവർക്ക് എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ആ ആശയങ്ങളെ ഉൾക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. മാത്രമല്ല ഇതിനോട് ചേർന്ന് പറയാതെ പോയ പല കാര്യങ്ങളും ഉണ്ട്. അക്കാര്യങ്ങളുടെ നമ്മുടെ ചിന്താമുഖരത്തിലേക്ക് വരും. അതും ചേർക്കുക. നമുക്ക് നമ്മുടേതായ ആശയങ്ങൾ തീർച്ചയായിട്ടും ഉരുത്തിരിക്കാവുന്നതാണ്. ഇതെല്ലാം കുറിച്ചു വയ്ക്കുന്നത് ആവശ്യമാണ്. നമ്മുടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്ക് മനസ്സിൽ മാത്രം ഇട്ട് കഴിഞ്ഞാൽ അതിന് പരിഹാരം ഉണ്ടാവില്ല. കുറിച്ചു വയ്ക്കുമ്പോഴത്തേക്ക് ഏകാഗ്രത ഉണ്ടാവും. അതനുസരിച്ച് നമുക്ക് തിരുത്താൻ സാധിക്കും. നമ്മുടെ കോപം കൊണ്ടൊന്ന് ഉണ്ടാകുന്ന ഫലങ്ങൾ എത്രയാണ്, അല്ലെങ്കിൽ നമ്മൾ വഴക്കിടുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ മദ്യപിക്കുമ്പോഴത്തേക്ക് അവകളുള്ള കുടുംബത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതെല്ലാം നമ്മളൊന്ന് കുറിച്ചു വയ്ക്കുക. ഒരു 4-5 വർഷം കഴിയുമ്പോൾ നമ്മളൊരു മാറ്റത്തിന് വിധേയമായി കഴിയുമ്പോൾ അതൊക്കെ നോക്കുമ്പോൾ ഒരു രസമായിരിക്കും. നമ്മൾ എത്രമാത്രം മാറിയിരിക്കുന്നു. 5 വർഷത്തിന് മുമ്പുള്ള ഞാനല്ല ഇപ്പോൾ 5 വർഷത്തിന് ശേഷമുള്ളത്. ഞാൻ മിടുക്കനായിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ മിടുക്കിയായിരിക്കുന്നു, എൻ്റെ കുടുംബജീവിതം സന്തുഷ്ടമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നൊക്കെ പറയാനായിട്ട് സാധിക്കണം. അതിനെല്ലാം പ്രയോജനപ്പെടുത്തി ഈ ഒരു 2-3 സെക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ആശയങ്ങളെ ചുരുക്കുകയാണ്. കൂടുതൽ കാര്യങ്ങൾ ഡിസ്കഷനിലേക്ക് വരാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നോക്കാം. ആശയങ്ങൾക്ക് വിമർശനാത്മകമായ രീതിയിൽ സമീപിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. 1 മണിക്കൂറിൻ്റെ വരെയൊക്കെ നമുക്ക് ശ്രദ്ധ കിട്ടും. ചിലപ്പോൾ ശ്രദ്ധയ്ക്കൊരു ഡിസ്ട്രാക്ഷനൊക്കെ ഉണ്ടാവാം സാധാരണഗതിയിൽ. എന്നാലും പിന്നെ റെക്കോർഡിങ്സ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് വേണ്ട കാര്യങ്ങൾ നമുക്ക് എടുക്കാമല്ലോ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇന്നിപ്പോൾ 1.25 മണിക്കൂറായി. മറ്റു കാര്യങ്ങൾ ഇനി ഡിസ്കഷനിലേക്ക് വിടുകയാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ സാർ, താങ്ക് യു. വളരെ മനോഹരമായിട്ടുള്ള ഒരു സെഷനാണെന്ന് പറയാം. കാരണം സാർ എത്ര സ്പീഡിൽ എത്ര കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് സ്പർശിച്ചു പോയി. സാർ പറഞ്ഞ പോലെ ഒന്നും കൂടി ഒന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ശ്രദ്ധിക്കുകയും ടെസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളെ കുറിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കാനുള്ള ഒരു വലിയ എന്താ പറയുക, ഒരു എൻസൈക്ലോപീഡിയ പോലെ ഒത്തിരി കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് സാർ അത് രേഖപ്പെടുത്തി. തീർച്ചയായിട്ടും സന്തോഷകരമായ ഒരു അനുഭവമായി ഫീൽ ചെയ്തു എന്ന് വേണം വിചാരിക്കാൻ. നമുക്കതിന്റെ ഡിസ്കഷനിലേക്ക് പോകാം. എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനോട് കൂടിച്ചേർത്ത് ആഡ് ചെയ്യണമെങ്കിലോ ഇല്ലെങ്കിൽ നമ്മളുടേതായ രീതിയിൽ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ചേർക്കണോ ഒക്കെ ഇതിനുള്ള ഒരു അവസരമാണ്. വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കുക. ഷാജിമാൻ സാർ സ്റ്റാർട്ട് ചെയ്തു. ചക്രവാണി സാറിന്റെ ക്ലാസ് 2ാം തവണയാണ് ഞാൻ കേൾക്കുന്നത്. ജീവിതത്തിലെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പലപ്പോഴും നമ്മുടെ തിരക്ക് കൊണ്ടും നമ്മുടെ സ്വഭാവത്തിന്റെ പ്രത്യേകത കൊണ്ടും നമുക്ക് പലപ്പോഴും വേണ്ട രീതിയിൽ നമുക്ക് പെരുമാറാൻ പറ്റാതെ വരുന്ന കാര്യങ്ങൾ. ഇപ്പൊ സാമാന്യബോധം എന്ന് പറയുന്നുണ്ട്. സാമാന്യബോധം എന്ന് പറയുമ്പം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെന്ന് അറിയുക, ചെയ്യേണ്ട രീതി ചെയ്യുക. അപ്പൊ കോമൺ സെൻസ് ഈസ് നോട്ട് കോമൺ എന്നും പറയുന്നു. അപ്പം അങ്ങനെ കോമൺ അല്ലാത്തതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ പലപ്പോഴും ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടായി അത് തടസ്സങ്ങൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലൊക്കെ ചിലപ്പം ആകുന്നുണ്ട്. അപ്പം ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട അടിസ്ഥാന കാര്യങ്ങളാണ് ചക്രവാണി സാറ് പറഞ്ഞത്. വളരെ നല്ല രീതിയിൽ ഈ പറഞ്ഞ സാർ പറഞ്ഞ പോലെ റെക്കോർഡഡ് ക്ലാസ് പോലെ തന്നെയാണ് സാറിന്റെ പ്രസന്റേഷൻ. വളരെ നല്ല ഇൻസൈറ്റ്സ്, സിമ്പിൾ ആണെങ്കിലും ബട്ട് മീനിങ് ഫുൾ. എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ 1000 കാര്യങ്ങളുണ്ട്. ഓരോ കാര്യത്തിന്റെ ഓരോ % മെച്ചപ്പെടുത്തണം നമ്മൾ നമ്മുടെ ഹാബിറ്റ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ രീതിക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധയോട് കൂടി മുമ്പോട്ട് പോയാൽ നമ്മുടെ നമ്മുടെ കുടുംബജീവിതവും സാമൂഹിക ജീവിതവും ഒക്കെ മെച്ചപ്പെടുത്താൻ സഹായിക്കും എന്നുള്ളത് സാറിന്റെ ഈ ക്ലാസ്സിൽ നിന്ന് വ്യക്തമായി. താങ്ക് യു സാർ. താങ്ക് യു സാർ. താങ്ക് യു സാർ. തീർച്ചയായിട്ടും എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് നമ്മുടെ ആ ശ്രദ്ധയിൽ ആഡ് ചെയ്യാൻ. ഇത് നമ്മൾ ചെയ്യുന്ന ഒരു സോഷ്യൽ സർവീസ് ആണ്, ഒരു സോഷ്യൽ അവയർനെസ് പാർട്ടാണ്. ചക്രമണി സാർ വളരെ മനോഹരമായിട്ടാണ് ചെയ്തത്. അതിന്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റുന്ന എന്തും നിങ്ങൾക്ക് കൂടെ ചേർന്ന് ആഡ് ചെയ്യാം. ശുദ്ധോദനൻ ഡോക്ടർ സാർ, ഞാന് വല്ലാതെ ത്രിൽഡ് ആയിട്ടിരിക്കുകയാണ് ഈ ഇതില്. കാരണം ഈ ക്ലാസ് വളരെ വളരെ അപൂർവമായിട്ടുള്ള വെരി വെരി സ്പെഷ്യൽ. ഞാൻ ധാരാളം ഈ മോട്ടിവേഷൻ സ്പീച്ചുകൾ, പിന്നെ അതേപോലെ തന്നെ ഇൻസ്പിറേഷൻ സ്പീച്ചുകൾ, കൗൺസിലേഴ്സിന്റെ സ്പീച്ചുകളൊക്കെ നമ്മുടെ പ്ലാറ്റ്ഫോമിലും മറ്റും ഒക്കെ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ ഒരു പറ വെള്ളം കുടിച്ചാൽ, കഞ്ഞിവെള്ളം കുടിച്ചാലേ ഒരു 4 വറ്റ് കിട്ടാറുള്ളു.
കാരണം ഒരുപാട് കാര്യങ്ങൾ അനാവശ്യങ്ങളും ഒക്കെ കേട്ടതിന് ശേഷം അതിനകത്തുനിന്ന് ഒന്നോ രണ്ടോ ആശയങ്ങൾ അല്ലെങ്കിൽ നമുക്ക് അത്ഭുതപ്പെടുന്ന അല്ലെങ്കിൽ പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ എടുത്തു വെക്കാൻ കിട്ടാറുള്ളത്. പക്ഷെ ഇതിനകത്ത് ഇതൊരു വലിയൊരു ഡിസൈൻ ചെയ്ത വലിയൊരു ഗോപുരം നമ്മുടെ മുന്നിൽ പെട്ടെന്ന് അനാവരണം ചെയ്ത പോലെ ഇതിൽ ഒരു വാക്കെടുത്ത് കളയാൻ എനിക്ക് കഴിയുന്നില്ല. ഞാൻ ഇങ്ങനെ ശ്രദ്ധാപൂർവം നോക്കുമായിരുന്നു, അതിവേഗം ഈ തീവണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അതിൽ ഒരു വാക്കെടുത്ത് കളയാൻ പറ്റാത്ത വിധത്തിലുള്ള ആശയങ്ങൾ, അത് ഓരോന്നും വളരെ 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 പിന്നെ വേറൊരു സാറിന്റെ ക്ലാസ്സിന്റെ ഒരു പ്രത്യേകത, മറ്റ് ഈ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നവർ ഇതാ എന്നെ നോക്കൂ, ഞാനിവിടെ ഉണ്ടേ, ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണേ, ഒന്ന് കേട്ടോളൂ എന്നൊക്കെ പറയുമ്പോൾ സാറിങ്ങനെ നിർമ്മമനായിരുന്നിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ നമുക്കിങ്ങനെ തന്നു പോവാ. ഒരു വണ്ടർഫുൾ പോയിന്റ്സ് ആണ് തന്നതൊക്കെ. അപ്പൊ ഞാനൊക്കെ ഈ സീനിയർ സിറ്റിസണിൽ പെട്ട അല്ലെങ്കിൽ എൽഡർ എന്ന് പറയാവുന്ന മുത്തശ്ശനായിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും ഇനിയുള്ള കുറച്ച് ജീവിതത്തിലേക്ക് തന്നെ ഈ പങ്കാളിയെ മനസ്സിലാക്കുന്നതിനും അതേപോലെ തന്നെ നമ്മുടെ പിടിവാശികൾ വിജയിപ്പിക്കാതിരിക്കാനും അതേപോലെ ഈ പറഞ്ഞ പോലെ ഈ വൈഫിനെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ള കാര്യം, അമ്പട ഞാന് എന്ന് പറഞ്ഞ് കഴിയുന്ന ഒരാളാണ് ഞാൻ. ഒരു ഭയങ്കര സംഭവമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭാര്യയുടെ മുന്നിൽ വിരസ്യങ്ങളൊക്കെ അടിച്ച് കേൾപ്പിക്കാറുണ്ട്. പുള്ളിക്കാരി അതൊക്കെ കേട്ടിരുന്നിട്ട് എൻ്റെ മുന്നിൽ ഓ കൊള്ളാം, താങ്കൾ എനിക്ക് ജീവിത പങ്കാളിയെ കിട്ടിയതിൽ ഞാൻ സന്തുഷ്ടയാണ് എന്നൊക്കെ അഭിനയിക്കാറുമുണ്ട്. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ഞാൻ തിരിച്ചതൊന്നും പറയാറേ ഇല്ല കേട്ടോ. എന്നെ ശുശ്രൂഷിക്കുകയും അതേപോലെ ചെറിയ ഒരു കാല് ഒരു വേദന എങ്കിൽ പുള്ളിക്കാരി ഉടൻ തന്നെ ഒരു ബാമും കൊണ്ടുവരികയും ഇരുന്ന് പുരട്ടുകയും മധുര സംഭാഷണങ്ങളിൽ ഏർപ്പെടുകയും പണ്ടത്തെ കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്നു. ഞാനതൊന്നും ചെയ്യാറേ ഉണ്ടായിരുന്നില്ല. ആ പാവത്തിന് വല്ല വേദനയുണ്ടോ അല്ലെങ്കിൽ പനിയുണ്ടോ എന്ന് നെറ്റിക്കൊടൊന്ന് തൊട്ട് നോക്കുകയൊന്നുമില്ല. ഞാൻ സാറിന്റെ ക്ലാസ് കേട്ടതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ പ്രായത്തിൽ ഐ ഗോട്ട് ഇൻസ്പയർഡ്. കാരണം ഒരു ചേഞ്ച് എപ്പോഴും നമുക്ക് സംഭവിക്കാം. അല്ലാതെ നമ്മുടെ ഉപദേശങ്ങളെല്ലാം ഈ പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിന്റെ ഭാഗമാണ്. വിവാഹിതരായി ആവുന്നതിന് മുന്നേ നിങ്ങളൊക്കെ ഇതൊക്കെ പഠിച്ചിട്ട് ഇങ്ങോട്ട് വന്നോളൂ, ഞങ്ങളൊക്കെ ഇവിടെ PGയും അത് കഴിഞ്ഞൊരു PhDയും പിന്നെ അത് കഴിഞ്ഞൊരു പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പും ഒക്കെ എടുത്തിരിക്കുന്നതാണെന്നുള്ള നാട്യത്തിലാണ് നമ്മൾ മിക്കവാറും എല്ലാവരും ഇരിക്കാറുള്ളത്. പക്ഷെ സാറ് ഈ ഓരോ കാര്യങ്ങൾ അത് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് അനാവശ്യമായ ഒരു കാര്യങ്ങളും പരത്തി പറയാതെ ഒരുപാട് ഉപദേശ രൂപേണ അല്ലാതുള്ള കാര്യം എനിക്ക് ഭയങ്കര അത്ഭുതകരമായി. ഈ ക്ലാസ് പോലൊരു ക്ലാസ് ഞാൻ കേട്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞൊരു A+ സർട്ടിഫിക്കറ്റ് ഞാൻ സാറിന് തരികയാണ്. വളരെ വണ്ടർഫുൾ. ഈ ക്ലാസ്സിന്റെ റെക്കോർഡിങ് ഞാൻ വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ ഇത് പങ്കുവെക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു ഫോർ എ വണ്ടർഫുൾ ക്ലാസ് ആൻഡ് എ വണ്ടർഫുൾ ഈവനിങ്. യെസ്, അപ്പൊ സുധാകർ സാർ പറഞ്ഞാണ് അതിന്റെ പൂർണ്ണത ഏതാണ്, എത്രമാത്രം ഒരു വ്യക്തിക്ക് സിമ്പിൾ ആകാൻ പറ്റുമെന്ന് ഓരോ സ്റ്റെപ്പുകളിലൂടെ കൃത്യമായിട്ട് ചക്രപാണി സാർ അത് കാണിച്ചത്. എനിക്ക് അതിൻ്റെ അകത്ത് ഒരു കമന്റ് പറയാനുണ്ട്. എന്തായാലും ഇവരുടെ ഇത് കഴിഞ്ഞിട്ട് പറയാം. അനുവിത കേൾക്കുന്നുണ്ടോ? എല്ലാവരും മാക്സിമം 1 മിനിറ്റ് പറയാൻ ശ്രമിക്കണം. താങ്ക് യു സാബു സാർ. വളരെ നല്ല സെഷൻ ആയിരുന്നു. ഞാൻ ചക്രവാണി സാറിന്റെ കഴിഞ്ഞ ലാസ്റ്റ് സെഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. വളരെ മനോഹരമായിട്ട് ഓരോ പോയിന്റ്സും ഇന്ന് പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്ത് വിവാഹ ജീവിതത്തിൽ ഉണ്ടാവുന്ന വില്ലന്മാരെ പറ്റിയിട്ടായിരുന്നു. അപ്പൊ ഞാൻ ഓരോ പോയിന്റ്സും എഴുതിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് സാറ് പറഞ്ഞ ഒരു പോയിന്റ് പലപ്പോഴും പെർഫെക്ഷനിസം കൊണ്ട് ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട് എന്നുള്ളത്. ഒരു വ്യക്തി പാർട്ട്ണർ ഏതെങ്കിലും ഒരാള് പെർഫെക്റ്റ് ആയി നടക്കുന്ന വ്യക്തിയാണെങ്കിൽ മറ്റുള്ളവരെ അത്രയും ആയില്ലെങ്കിൽ അവർ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അത് ഞാൻ റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമ കളിവീട് എന്ന് പറഞ്ഞൊരു സിനിമ, സിബി മലയിലിന്റെ ചിത്രം. അതില് ജയറാമും മഞ്ജു വാര്യറും കൂടെ അഭിനയിച്ച ചിത്രമായിരുന്നു. അതില് ചീർപ്പില് മഞ്ജു വാര്യർ മുടി ചെയ്യുകയല്ല, അതിൽ ചീർപ്പിൽ മുടി ഉണ്ടാവും. അപ്പൊ ജയറാം ചോദിക്കുന്നുണ്ട് ഇതിലെന്താ ഇങ്ങനെ മുടിയാക്കിയിരിക്കുന്നത്? അപ്പൊ വളരെ കാഷ്വൽ ആയിട്ട് മഞ്ജു വാര്യർ തിരിച്ചു ചോദിക്കും ചീർപ്പിൽ പിന്നെ മുടി അല്ലാതെ മുല്ലപ്പൂ ഉണ്ടാവുമോ? അപ്പൊ അവരത്രയും ഇമ്പോർട്ടൻസ് മാത്രമേ അതിന് കൊടുക്കുന്നുള്ളൂ. പക്ഷെ ഭർത്താവിനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും നീറ്റായി കൃത്യസ്ഥലത്ത് വൃത്തിയിൽ വെക്കണം എന്നുള്ളതാണ്. അപ്പൊ അത് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന സാഹചര്യം, അവസാനം അവർ ഡൈവേഴ്സ് ആവുന്ന സിറ്റുവേഷൻ വരെ എത്തുന്ന ഒരു സിനിമയായിരുന്നു അത്. അപ്പൊ അതെനിക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി. അതേപോലെ തന്നെ എന്റെ ജീവിതത്തിൽ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ മറ്റൊരു കാര്യം, ഇപ്പോ നമ്മള് ഷൗട്ട് ചെയ്യുമ്പോ മൗനവും പുഞ്ചിരിയുമാണ് അവിടെ വിജയിക്കുന്നത് എന്നുള്ളത്. അപ്പൊ എന്റെ ഹസ്ബൻഡ് ആ ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ് നമ്മൾ രമ്യമായിട്ട് പോകുന്നത്. ഞാൻ എത്രമാത്രം പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിച്ചാലും അദ്ദേഹം വളരെ കാമായിട്ട് വളരെ സൈലന്റ് ആയിട്ടിരിക്കും.
പിന്നെ ചിലപ്പോ ചിരിക്കുന്നുണ്ടാവും. അപ്പൊ എനിക്ക് വീണ്ടും വീണ്ടും ദേഷ്യം വരും. കുറച്ച് സമയം കഴിഞ്ഞാല് സെറ്റിൽ ആവും. അത് നമ്മൾ പറഞ്ഞ് പരിഹരിക്കും. പക്ഷെ ആ സമയത്ത് അവര് 2 കൈ അടിച്ചാലേ ശബ്ദം ഉണ്ടാവും എന്ന് പറയുന്ന പോലെ അവരും അതേ രീതിയിൽ റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ഒരു ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളത് സത്യമാണ്. അതേപോലെ ജീവിതത്തിൽ ഒരു രോഗം വരികയാണെങ്കിൽ അതും നമ്മൾ അനുഭവിച്ച കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രൈസിസ് വരുന്ന സമയത്ത്, മാനസികമായ ശാരീരികമായ രോഗം വരുന്ന സമയത്ത് അത് ആ ബന്ധത്തെ പൂർണ്ണമായി ഉലക്കും. ആ സമയത്ത് നമ്മളുടെ മാനസികമായിട്ടുള്ള ശക്തി എത്ര ഉണ്ട് എന്നുള്ളത് ആ കുടുംബത്തിന്റെ അത് തെളിയിക്കപ്പെടുന്ന സമയമാണ്. അപ്പൊ അതും എനിക്ക് നമ്മുടെ ജീവിതമായി ചേർത്ത് വെക്കാൻ പറ്റി എന്നുള്ളതാണ്. വളരെ മനോഹരമായിട്ട് അതിങ്ങനെ ഒരു നദി ഒഴുകുന്നത് പോലെ ഒരു തട്ടും തടവും ഇല്ലാതെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ആക്റ്റീവ് ആണോ എന്നുള്ളതൊന്നും സാറിന്റെ പ്രശ്നമല്ല. സാറിന്റെ ഡ്യൂട്ടി അത് വളരെ കൃത്യമായിട്ട് വളരെ എഫക്റ്റീവായിട്ട് ചെയ്തു എന്നുള്ളതാണ്. വളരെ നമുക്ക് ഒരുപാട് ടേക്ക് അവേസ് ഉള്ള സെഷൻ ആയിരുന്നു. സാറിനോട് അത്രയും നന്ദി പറയാണ് ചക്രവാണി സാറിന്റെ അടുത്ത്. താങ്ക് യു സാർ. താങ്ക് യു തീർച്ചയായും. ഇതിന്റെ റെക്കോർഡിംഗ് ഞാൻ തന്നിരിക്കുന്ന പോസ്റ്റർ തന്നെ ഉണ്ട്. യൂട്യൂബിന്റെ ലിങ്ക്, റെക്കോർഡിങ്സ് എല്ലാം കൃത്യമായിട്ട് അതിൻ്റെ അകത്തുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ ഒരിക്കലും എൻ്റെ ചാനലിൽ കയറി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പറയാറില്ല. പക്ഷെ എല്ലാ ലിങ്കുകളും ആ പോസ്റ്റിലുണ്ട്, ഗ്രൂപ്പിന്റെ ലിങ്കുകളെല്ലാം ഉണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം. ഓക്കെ, ഇനി ആരാണ് വരുന്നത്? മോഹൻദാസ് സാർ, സരസ്വതി മാം, അബ്ദുൾ റഹീം മാം, അബ്ദുൾ റഹീം സാർ. യെസ്, ജോർജ് സാർ പറയും. ഹായ്, താങ്ക് യു സാർ. ചക്രവാണി സാറെ പ്രത്യേകം നന്ദി, പ്രത്യേക അഭിനന്ദനം. സാറിൻ്റെ ഓരോ ക്ലാസ്സും ഇതിങ്ങനെ നിറഞ്ഞ് പരന്നൊഴുകുന്ന ഒരു വലിയ ശാന്തമായ പെരിയ നദി പോലെ. എന്തോരം അറിവുകളാണ് സാർ, എത്ര പെട്ടെന്ന് ഇങ്ങനെ അങ്ങ് പകർന്നുകൊണ്ടേയിരുന്നു. ഒരു തട്ടും തടവലും ഇല്ല. സാറിൻ്റെ അവതരണ ശൈലി തന്നെ പ്രത്യേകത. മാത്രമോ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏത് മനുഷ്യനും ഒരുപോലെ ബാധകം. എത്ര ഉന്നതങ്ങളിൽ കഴിയുന്നവനാണേലും ശരി, കുടുംബജീവിതം ഉണ്ടെങ്കിൽ പ്രശ്നങ്ങളില്ലാത്തവനില്ല. തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ പഠിക്കുക എന്നുള്ള ആ ഒരു ബോധവൽക്കരണത്തിൽ 100% ഈ ക്ലാസ്സുകൾ പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിനൊക്കെ പോകുന്നവർക്ക് ഇതങ്ങ് ഏൽപ്പിച്ചാലും മതി. അവരെ പല ദിവസം ഇരുത്തുന്നതിനേക്കാൾ ഗുണകരമാണ്. അവയർനെസ് കൊടുക്കാൻ നല്ലതാണ്. ഇനി ദാമ്പത്യ ജീവിതം നയിക്കുന്നവർക്കും എക്കാലത്തും റിഫ്രഷ് ചെയ്യാൻ ഈ ക്ലാസ്സുകൾ ഉപകാരപ്രദമാണ്. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു സാർ. മോഹൻദാസ് സാർ. കേൾക്കാവോ സാറേ? യെസ്, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. പിന്നെ എന്താ പറഞ്ഞാല് എൻ്റെ ഒരു ജീവിത ഇത് തന്നെയാണ്. അത് സാറ് ഇത് കേൾക്കുമ്പോൾ മനസ്സിലായി. കാരണം ചെറുപ്പത്തിലുള്ള കാര്യവും അച്ഛനമ്മമാരുടെ ഒരു വളർന്ന രീതിയും ഞാൻ അവിടെ എങ്ങനെ മറ്റുള്ളവരുടെ തൊട്ടുള്ള വളർത്തി കൊണ്ടുവന്നതും അവരുടെ ഒരു റെസ്പോൺസ്, ഇതെല്ലാം ഒരു എന്ന് പറഞ്ഞാല് നമ്മുടെ അനുഭവം തന്നെയാണ് അത് മൊത്തം പരിശിച്ചതുപോലെയാണ്. ഈ പറഞ്ഞ പോലെ വിട്ടുവീഴ്ചയും പിന്നെ വേണ്ടിടത്ത് ഒന്ന് ഒഴിഞ്ഞു മാറുകയും ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഉള്ള ഒരു വിജയം തന്നെയാണ്. അപ്പൊ ഇനിയുമുള്ള കാര്യങ്ങളും കൂടി അതും കൂടി കുറച്ചും കൂടി പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ശാന്തതയും സമാധാനമുള്ള ഒരു പരിവേശനം ഉണ്ടാവും എന്നുള്ള രീതിക്ക് ആ ഒരു എന്താ പറഞ്ഞാൽ ഒരു ഡെമോൺസ്ട്രേഷൻ തന്നത്. ഇങ്ങനൊക്കെ ആയാൽ മാത്രമേ അവിടെ എത്തത്തുള്ളൂ എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്നും സംഘർഷവും എന്താ പറയുക സങ്കടവും സഹതാപവും മാത്രമേ ഉണ്ടാകത്തുള്ളൂ. കുറച്ചുകൂടി നമുക്കൊരു ബോർഡ്നെസ് കിട്ടി, ഒരു തെളിവ് കിട്ടി. നമ്മൾ പോകുന്ന രീതി അല്ലെങ്കിൽ ആ റൂട്ട് അല്ലെങ്കിൽ പാത ശരിയാണ്, ഇങ്ങനെ തന്നെ വേണം എന്നുള്ള ഒരു ഒന്നുകൂടി ഉറപ്പിക്കാൻ എനിക്ക് സാധിക്കും. സന്തോഷം സാർ. ഓക്കെ സാറ് തിരുക്കുറൾ റെഡിയായോ? തിരുക്കുറൾ ക്ലാസ് തുടങ്ങാറായോ? ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം എന്നാ വേണ്ടേ? നമുക്ക് അടുത്ത ആഴ്ച മുതൽ തുടങ്ങാം. അടുത്ത ആഴ്ച മുതൽ തുടങ്ങാം. അടുത്ത ആഴ്ച സാർ നോക്കിട്ട് എന്നെ വിളിച്ചാൽ മതി, കുഴപ്പമില്ല. ഓക്കെ. 19 ഞാൻ യാത്ര ഉണ്ട്, ചെന്നൈയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തുടങ്ങി. സാർ ഫ്രീ ആവാൻ പറഞ്ഞോളൂ, കുഴപ്പമില്ല. ഓക്കെ. ഗോകുമാർ സാർ കേൾക്കുന്നുണ്ടോ? സരസ്വതി മാം, ആന്റോ കുര്യൻ. യെസ്, ഓക്കെ. അപ്പോൾ ചക്രവാണി സാർ, ഒരിക്കൽ കൂടി വളരെ മനോഹരമായ ഒരു സെഷൻ. ഒത്തിരി കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഫോർമുലയാണ് സാർ തന്നത്. ഇതിനെ എങ്ങനെ വേണമെങ്കിലും എക്സ്പാൻഡ് ചെയ്യും.
ഏത് രീതിയിലും ഗുണിക്കാം, കൂട്ടാം, കുറയ്ക്കാം. നമ്മളുടെ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസിൽ ഈ ഒരു ടൈറ്റിൽസ് എല്ലാം വളരെ ഗുണകരമായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ മെച്ചം. തീർച്ചയായിട്ടും വളരെ മനോഹരമായ ഒരു ക്ലാസ്. ഒത്തിരി കണ്ടന്റുകൾ, നമ്മളിങ്ങനെ പറയും കോഗ്നിറ്റീവ് ഓവർലോഡിങ്, നമ്മളിതൊക്കെ എങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് കയറ്റി വയ്ക്കാൻ പറ്റും. പക്ഷെ ഇതെല്ലാം സ്ട്രക്ചർ ചെയ്ത് കൃത്യതയോടെ വെച്ചാൽ തീർച്ചയായിട്ടും അതൊരു മുതൽക്കൂട്ടാണ്. സാർ പ്രത്യേക അഭിനന്ദനങ്ങൾ നന്ദി അറിയിക്കുന്നു. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അഡ്മിറ്റ് ചെയ്ത് പറയാം, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. യെസ്, ചക്രപാണി സാർ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയൂ, എന്നിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഗോവർ സാർ പറയൂ. കൗൺസിലിംഗും പേരന്റിങ്ങും ഒരുപോലെ മനസ്സിലാകുന്ന രീതിയിൽ ഒരു കുടുംബസ്ഥർക്ക് മനസ്സിലാവേണ്ടുന്ന എല്ലാ കാര്യങ്ങളും വളരെ സിമ്പിളായിട്ടും വളരെ മനസ്സിലാവുന്ന രീതിയിൽ സാർ ക്ലാസ്സെടുത്തു. നന്ദി, നമസ്കാരം. അത്രയും പറയാറുള്ളൂ. ചക്രപാണി സാർ കൺക്ലൂഡ് ചെയ്യും. ചക്രപാണി സാറ് സൗകര്യം പോലെ, സാറിന്റെ സൗകര്യം പോലെ ഇനിയും വരണം കേട്ടോ ഈ സെഷൻ, ഇതുപോലുള്ള സെഷനുമായിട്ട് ഞങ്ങൾ കാത്തിരിക്കും. ഏതാണ്ട് ഒരു മണിക്കൂർ വെച്ചോ, 1 മണിക്കൂർ 10 മിനിറ്റായെന്ന് തോന്നുന്നു. അത്രയും സമയത്തോളം എന്നെ ശ്രമിക്കുകയും അതിലെ ആശയങ്ങളെ ക്രിയാത്മക രീതിയിൽ സമീപിക്കുകയും ചെയ്തതിന് വളരെ നന്ദിയുണ്ട്. നല്ല പോയിന്റുകൾ എടുത്തു പറയുകയും ചെയ്തു. നമ്മുടെ ഈ സ്ക്രീനിൽ പെട്ടെടുത്തോളം ഇതിലെ ആശയങ്ങളുടെ കൂടെ കൂട്ടിച്ചേർക്കാൻ പറ്റിയ പലതും ഇനിയുണ്ട്. ചിലത് ഞാൻ വിട്ടിരിക്കുകയായിരുന്നു, പക്ഷെ പലരും അത് ചൂണ്ടിക്കാണിച്ചില്ല. അത് ചൂണ്ടിക്കാണിക്കേണ്ടത് കുറേ കാര്യങ്ങൾ കൂടി നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാനുണ്ട്. ഇത് സമഗ്രതമായിട്ട് വന്നിട്ടില്ല. കാരണം ഈ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് ആഴത്തിലും പരപ്പിലുമുള്ള സബ്ജക്റ്റാണ്. കാരണം ഓരോ കുടുംബത്തിലെയും പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ വെച്ചിട്ട് ഞാനത് ഫിൽറ്റർ ചെയ്തിരിക്കുന്ന അങ്ങനെയാണ്, അത് സജ്ജമാക്കിയിരിക്കുന്ന അങ്ങനെയാണ്. കാരണം ഇത് വെച്ചിട്ട് മറ്റു തരത്തിലുള്ള വിഭിന്ന സാഹചര്യത്തിൽ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റണം. അല്ലാതെ എല്ലാം പരത്തി പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നിൽക്കില്ല. അപ്പം അതുകൊണ്ട് ഇതിൽ നമുക്ക് പറ്റുന്ന പോയിന്റുകൾ എടുത്തിട്ട് നമ്മുടെ സാഹചര്യത്തിലേക്ക് ഫിൽറ്റർ ചെയ്ത് മാറ്റുക എന്നുള്ളതാണ്. അതിന് നമ്മുടെ ഒരു ബോധം അതിന് ഉപയോഗിക്കണം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ശരീരവും മനസ്സും അല്ലല്ലോ, ബോധം മാത്രമാണെന്നാണ് ആചാര്യന്മാരെല്ലാം പറയുന്നത്. അപ്പോൾ ആ ബോധതലത്തിലേക്ക് ഇതിൽ നിന്ന് എന്തെടുക്കാൻ സാധിക്കും. അപ്പോൾ മാത്രമല്ല ഈ ഒരു സന്ദേശങ്ങൾ കൂടുതൽ പേരിലേക്ക് എത്തിക്കുക. അതിനകത്ത് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ഇതിനകത്ത് ആഡ് ചെയ്യാനുണ്ടോ? ഒരു വിമർശനാത്മകമായ സമീപനമാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം അതിൻ്റെ അകത്ത് എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെന്ന് എനിക്കറിഞ്ഞാലല്ലേ എനിക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതാണ്, നമ്മളാരും എല്ലാം അറിയാവുന്നവരല്ലല്ലോ. ഒരുപാട് തരത്തിലുള്ള ന്യൂനതകളുണ്ടാകും. ഇതിലെ ആശയങ്ങൾ മിക്കവാറും സ്വന്തം ജീവിതത്തിലെ കുറേ ഭാഗങ്ങളുണ്ട്, ട്രെയിനിങ്ങിൽ നിന്ന് കിട്ടിയതുണ്ട്. അത് കൂടാതെ ആചാര്യ സ്വാമി നിർമ്മലാനന്ദഗിരി സ്വാമിജിയുടെ ചില ക്ലിപ്പിങ്സ് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരുപാട് സ്ക്രിബിൾസ് എൻ്റെ ഇരിപ്പുണ്ട്. അപ്പോൾ അതിലിപ്പോൾ ഓരോ പോയിന്റുകൾ ഇന്നത്തെ സാഹചര്യത്തിലേക്ക് മാറ്റിക്കൊണ്ടാണ് ഞാനിത് സംവിധാനം ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ചൊരു മെച്ചമുണ്ടെന്ന് അറിയുന്നതിൽ അത് നിങ്ങൾ മനസ്സിലാക്കി എന്നുള്ളത് ഒരുപാട് സന്തോഷമുണ്ട്. വീണ്ടും എല്ലാവരെയൊക്കെ ഒന്ന് കാണാൻ സാധിക്കുകയും കുറച്ച് ആശയങ്ങൾ പങ്കുവയ്ക്കാൻ സാധിച്ചു. മാത്രമല്ല ഒരു യൂട്യൂബർ എന്ന നിലയിൽ ഒരു യൂട്യൂബിൻ്റെ ഒരു പ്രാക്ടീസ് എനിക്കില്ലായിരുന്നു. അത് കുറച്ചുകൂടെ മെച്ചപ്പെടുത്താൻ എനിക്ക് ഈ പ്ലാറ്റ്ഫോം ഉപയോഗപ്പെടുത്താനും അതിൻ്റെ അവസരം തന്നാൽ സാറിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ ശ്രദ്ധയോടെ ശ്രമിച്ച് നിങ്ങൾ ഓരോ പോയിന്റുകൾ എടുത്തെടുത്ത് പറയുമ്പോൾ ഏതാണ് ഇനി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഞാൻ കൊണ്ടുപോകേണ്ട ഒരു പാത്ത് എന്താണെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് ധാരണയുണ്ടായി. എന്ത് കാര്യങ്ങളാണ് അതിൽ ഒഴിവാക്കേണ്ടതെന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ അങ്ങനെ ഞാൻ ഇത്രയും പ്രായമായെങ്കിൽ കൂടിയും ഞാൻ ഈ രംഗത്തേക്ക് കടന്നിട്ട് 2-3 വർഷങ്ങളായിട്ടുള്ളൂ. ഈ 2020 കൗൺസിലിങ്ങിൽ ഒരു സർട്ടിഫിക്കറ്റ് നേടി കുറച്ച് എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. വർഷങ്ങളുടെ എക്സ്പീരിയൻസ് എനിക്കില്ല. പക്ഷേ ഞാൻ നിരീക്ഷിക്കുമായിരുന്നു, എല്ലാ മൂലകളിലും നിരീക്ഷിക്കുന്ന സ്വഭാവം എനിക്കുണ്ടായിരുന്നു. 2006 മുതൽ പല കാര്യങ്ങളും കണ്ടും മനസ്സിലാക്കിയിരുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് അത് ജീവിതത്തിൽ എങ്ങനെയെന്ന് മനസ്സിലാക്കിയാണ് മുന്നോട്ട് പോയത്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണമായിരിക്കാം ഏതായാലും നമ്മുടെ ആചാര്യന്മാർ നമുക്ക് തന്ന ഒരു ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നു. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. നിങ്ങളുടെ നല്ല വാക്കുകൾക്കെല്ലാം നന്ദി. വീണ്ടും ഒരിക്കൽ കൂടി കാണാൻ അവസരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥന നിർത്തിട്ട് നന്ദി, നമസ്കാരം. സാറിന്റെ ഒരു സ്ട്രക്ചേർഡ് സ്ക്രിപ്റ്റ് ആണ്, അതാണ് ഇതിന്റെ പ്രത്യേകത. ആ സ്ക്രിപ്റ്റ് വലുതാക്കി. പക്ഷെ ഞാനൊരു അഡ്വൈസ് തരാം, സാറ് മാക്സിമം അത് കമ്പ്യൂട്ടറൈസ് ചെയ്യുക, സിസ്റ്റത്തിലേക്ക് വിടുക. സാറിന്റെ കയ്യിൽ എഴുതിയിരിക്കുന്നതാണെങ്കിൽ അതെല്ലാം കമ്പ്യൂട്ടറൈസ് ചെയ്യുക. അഡീഷൻസും കറക്ഷൻസും റീഡിസൈനിങ് നമ്മൾ സബ്ജക്റ്റീവായിട്ട് നമുക്ക് അതിനെ കസ്റ്റമൈസ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. ആ രീതിയിലേക്ക് പോകുന്നതാണ്. പിന്നെ ഞാൻ ഒരു പോയിന്റ് പറയാൻ, സാർ ബർത്ത്ഡേയുടെ ഒരു കാര്യം പറഞ്ഞു. ബർത്ത്ഡേ വിഷ് ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും ബർത്ത്ഡേയുടെ അവസരം ആ ദിവസം കഴിഞ്ഞു പോകാതെ തരുന്നില്ലെങ്കിൽ ചോദിച്ചു വാങ്ങുക തന്നെ വേണം. അവിടെയാണ് ട്രാൻസാക്ഷൻ അനാലിസിസിൽ സ്റ്റോക്സ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ കൂടുതൽ സ്പർശിക്കുന്നത്. അപ്പൊ നമുക്ക് കിട്ടേണ്ട ഒരു അംഗീകാരം ഇന്ന് കിട്ടുന്നില്ല, ഇന്ന് തന്നെ ചോദിച്ചു മേടിക്കാൻ ഒരു ശ്രമം നമ്മൾ നടത്തണം എന്നുള്ളത് കൂടെ ഒന്ന് എനിക്ക് ആഡ് ചെയ്യണമെന്ന്. ഓക്കെ, എന്നല്ലാണ് ചില പ്ലാസ്റ്റിക് സ്റ്റോക്കുകളെ കുറിച്ച് പറയാറുണ്ട്. സ്പിരിച്വാലിറ്റിയുടെ ഒരു ലെവലിൽ വ്യക്തിപരമായിട്ട് എനിക്ക് അതിനോട് യോജിപ്പില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ
ഒരു ഭർത്താവ് അത് മറന്നുപോയി എങ്കിൽ അതിന് പിന്നിലൊരു കാരണം ഉണ്ടാകും. അത് ഉൾക്കൊള്ളുന്നതാണ് പ്രാധാന്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ട്രാൻസാക്ഷൻ ലെസനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ചോദിച്ചു വാങ്ങുന്നതിന് അറിഞ്ഞു ചെയ്യുമ്പോഴത്തേക്കാണ് അതിന് മധുരം ഉണ്ടാകുന്നത്. അത് ഒരു പ്രാവശ്യം മറന്നുപോയെങ്കിൽ ഒരു സംഭവിക്കാം. അങ്ങനെ ഒരു കഥ തന്നെയുണ്ടല്ലോ, ഒരു മോതിരത്തിൻ്റെയും മുടിയുടെയൊക്കെ ഒരു കഥ തന്നെയുണ്ടല്ലോ. അപ്പോൾ അത് തീർച്ചയായിട്ടും ട്രാൻസാക്ഷണൽ അനാലിസിസിൽ അത് പറഞ്ഞിട്ടുണ്ട്. എനിക്കത് അറിയാൻ പറഞ്ഞിട്ടല്ല, ചോദിച്ചു വാങ്ങേണ്ടത് ആവശ്യം തന്നെയാണ്. അപ്പോൾ പക്ഷേ എന്നിരിക്കലും ആ വ്യക്തികളുടെ ബന്ധം, അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഒരു കമ്മിറ്റ്മെന്റ് കൊണ്ട് സ്നേഹം ഉണ്ടാകാം, സ്പിരിച്വാലിറ്റി കൊണ്ട് സ്നേഹം ഉണ്ടാകാം, പാഷൻ കൊണ്ട് സ്നേഹം ഉണ്ടാകാം. സ്പിരിച്വാലിറ്റിയിൽ അധിഷ്ഠിതമാണ് സ്നേഹമെങ്കിൽ ഒരാൾ മറന്നുപോയെങ്കിൽ അത് സാരമില്ല, മറന്നുപോയതാണ്, എന്നെ അവഗണിച്ചതല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു ശരിയാണ് സാർ. പക്ഷെ അത് ഇപ്പോഴത്തെ പ്രായോഗിക തലത്തിൽ അത് അത്ര പോസിബിൾ അല്ല. അതുകൊണ്ട് അതിനൊരു ഓൾട്ടർനേറ്റീവ് എന്ന നിലയിൽ നമുക്ക് ബന്ധം കൂടുതൽ സ്പിരിച്വൽ ആക്കാൻ നമുക്ക് വേണ്ടതെല്ലാം കൃത്യമായി ഇപ്പൊ നമ്മൾ ദൈവത്തോട് ചോദിക്കുകയല്ലേ ചെയ്യുന്നത്, അല്ലാതെ ദൈവത്തോട് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ചോദിച്ച് മേടിക്കുക എന്നാണ് നമ്മുടെ കോൺസെപ്റ്റ്. പക്ഷെ യഥാർത്ഥ സ്പിരിച്വാലിറ്റിയിൽ ദൈവം തന്നിരിക്കും, ഞാൻ ഡിസേർവിങ് ആണ്, എനിക്കത് കിട്ടിയിരിക്കും. എത്ര പേരാണ് അങ്ങനെ ചെയ്യുന്നത്? വളരെ ചുരുക്കമാണത്. അതാണ് യഥാർത്ഥ സ്പിരിച്വാലിറ്റി. അൺകണ്ടീഷണൽ ആയിട്ട് നമ്മൾ ചെയ്യുക, അപ്പോൾ തന്നെ കിട്ടേണ്ടതെല്ലാം കിട്ടിക്കോളും. പക്ഷെ ഇവിടെ ഒരു അൺകണ്ടീഷണൽ കോൺസെപ്റ്റ് മനുഷ്യൻ എന്ന നിലയിൽ അവിടെ കുറഞ്ഞു വരുമ്പോൾ ഇവിടെ നമുക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നതെല്ലാം നമ്മൾ സ്വീകരിക്കാൻ ഏതും വിധേയമായ മാർഗങ്ങളും സ്വീകരിക്കുന്നത് എപ്പോഴും നമുക്ക് മാനസികമായി നല്ലതാണ്. പക്ഷെ സ്പിരിച്വൽ ആയിട്ടുള്ള വ്യക്തിയെ സംബന്ധിച്ചുള്ള അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. കിട്ടിയില്ലെങ്കിലും സന്തോഷം, കിട്ടിയാലും സന്തോഷം. തീർച്ചയായും സാർ പറഞ്ഞ സ്പിരിച്വൽ എന്ന് വാക്ക് പറയുമ്പോൾ 100% അത് കറക്റ്റ് ആണ്. താങ്ക് യു. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച് വൺസ് അഗൈൻ. വീണ്ടും തീർച്ചയായിട്ടും സാറ് ടോപ്പിക്കുകളായിട്ട് വരും, നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. സീ യു സർ.